السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ പടച്ചതമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൃത്യമായ വിചാരണയെ നേരിടേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ നേതാക്കൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും പടച്ചറബിൻ്റെ കോടതിയിൽ നമ്മെ സഹായിക്കുവാനോ സംരക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അവനവൻ്റെ പരലോകരക്ഷയ്ക്കാവശ്യമായ സൽക്കർമ്മങ്ങൾ അവനവൻ തന്നെ ആണും പെണ്ണും ഏത് സമയത്തും വന്നെത്തിയേക്കാവുന്ന മരണത്തിന് മുമ്പേ ചെയ്തു വെക്കണമെന്നും അള്ളാഹുവിൻ്റെ ശിക്ഷ ഭീകരമാണ് എന്നതിനാലും ഏറ്റവും ചെറിയ ശിക്ഷ പോലും അസഹ്യമായതിനാലും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിനെ ഒക്കെ പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ കർമ്മമായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. രാവിലെ 8 മണിക്ക് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ബസ് വരും എന്ന് വിചാരിച്ച് വസ്ത്രമൊക്കെ മാറിയിരുന്നതാണ്. 8:15 ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ബസ് 1 മണിക്കേ വരൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ 2 ഒച്ചയൊക്കെ ഉണ്ടാക്കാം. ഇവിടെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് എല്ലാവരും കിടന്നുറങ്ങി. 1 മണിക്ക് പിന്നെ ളുഹർ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പോന്നപ്പോൾ 2 മണി കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ ഈ സമയമായി. പിന്നെ വന്നത് പുതിയൊരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ റൂമൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ മിക്കവാറും ഞാൻ വരേണ്ടി വരില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചതാണ്. പക്ഷേ അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കോലത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നത് എന്നർത്ഥം. എന്തായിരുന്നാലും ഏറെ സന്തോഷകരമായ ഒരു സദസ്സിനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നത് വളരെയേറെ സന്തോഷം നൽകുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖൈറുക്കും മൻ അല്ലമൽ ഖുർആൻ വതഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ മനുഷ്യന്മാർ, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ അംഗീകരിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ മനുഷ്യന്മാർ അധികാരികളോ രാജാക്കന്മാരോ പണമുള്ളവരോ ഒന്നുമല്ല, വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു. ഈ ജിദ്ദയിൽ ഇന്ന് ഒരുമിച്ച് കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ
ഏറ്റവും ശ്രേഷ്ഠന്മാരായ ആളുകൾ ആരാണ് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നമ്മൾ എന്നായിരിക്കാം അതിൻ്റെ മറുപടി. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ, ലോകത്തിൻ്റെ വെളിച്ചമായ വിശുദ്ധ ഖുർആൻ, ലോകത്തിന് മാർഗം കാണിച്ചു കൊടുത്ത ഖുർആൻ. ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, സത്യമായിട്ടും ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ഇതുവരെ കുടിച്ചിട്ടില്ല. പലപ്പോഴും എൻ്റെ മനസ്സ് തോന്നാറുണ്ട്, ഇത്രയൊക്കെ പൈസ മുടക്കിയിട്ട് ഒരു കുപ്പിക്ക് ആയിരങ്ങളൊക്കെ വില വരുന്ന കള്ള് കുടിക്കാൻ വേണ്ടി ആളുകൾ കഷ്ടപ്പെട്ട് മദ്യഷാപ്പുകളിൽ എത്തുമ്പോൾ ആ കള്ളിന് എന്തോ ഒരു വല്ലാത്ത എന്തോ അനുഭൂതി ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇത്ര പ്രയാസപ്പെട്ട ആളുകൾ കള്ളിൻ്റെ കൂടെ കൂടുന്നത്. പക്ഷെ ഞാൻ കള്ള് കുടിച്ചിട്ടില്ല. കള്ള് എവിടെയാണ് കിട്ടുക എന്ന് എനിക്കറിയാം, അത് വാങ്ങാനുള്ള കാശും എൻ്റെ അടുത്തുണ്ട്. ഇനി നാട്ടുകാരെ പേടിച്ചാണെങ്കിൽ 2 ദിവസമൊക്കെ ഒരു വിവരമല്ലാതെ റൂമിൻ്റെ ഉള്ളിൽ മാലായിട്ട് കിടക്കാൻ പറ്റിയ റൂമിനെ കുറിച്ചും എനിക്കറിയാം. എന്നിട്ടും ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. എന്തേ ഞാൻ കള്ളു കുടിക്കാത്തത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ എൻ്റെ കയ്യിലുള്ളൂ. 14 നൂറ്റാണ്ട് മുമ്പ് ആ ഖുർആൻ പറഞ്ഞു അത് കുടിക്കരുത്. എന്നെപ്പോലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഈ ലോകത്തെ മുസ്ലിങ്ങൾ കള്ളു കുടിക്കാത്തത് ആ വിശുദ്ധ ഖുർആനിൻ്റെ ഒരൊറ്റ ആയത്തിൻ്റെ ഒരു കഷ്ണത്തിനെ ലോകത്ത് മദ്യവിമുക്തമാക്കുവാനും മദ്യവർജനത്തിന് വേണ്ടിയും സംഘടനകളും ഗവൺമെൻറ്റുകളും സംഘങ്ങളും കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കുന്ന കാലത്ത്, ആ ശ്രമങ്ങൾ പരാജയപ്പെടുന്ന കാലത്ത് വിശുദ്ധ ഖുർആനിൻ്റെ 1 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരായത്തിൻ്റെ കഷ്ണം കാരണമായി ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഈ ലോകത്ത് കള്ളുകുടിക്കാതെ ഇരിക്കുന്നു. അതാണ് ലോകത്തിന് വെളിച്ചമായ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാരോ അവരാകുന്നു ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ മനുഷ്യന്മാർ. നമ്മുടെ നാട്ടിലൊക്കെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് ആദ്യ റാങ്കുകളിൽ പെടുന്ന കുട്ടികൾക്ക് നാട്ടിൽ സ്വീകരണം കൊടുക്കാറുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, പ്രശംസിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ 30 ജുസ് മനഃപ്പാടമാക്കി എന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിയെ അഭിനന്ദിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമാണ്. കാരണം നമ്മുടെ സമൂഹത്തിന് അറിയില്ലല്ലോ നമ്മുടെ വില, മുസ്ലിം ഉമ്മത്തിന് അറിയില്ല നമ്മുടെ വില എന്താണ് എന്ന്. ഇസ്ലാം മതം സ്വീകരിച്ച യൂറോപ്യനായ ഒരു തത്വചിന്തകൻ, അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചത്, ഇന്ന് ലോകത്തെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ദയനീയാവസ്ഥക്ക് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം എന്താ പറയുക, ഒരന്തമില്ലാത്ത മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട വില കൂടിയ ഒരു വസ്തുവിനോട് അദ്ദേഹം ഉപമിച്ചത്. ഇപ്പോൾ ഇവിടെ ഷറഫിയ അങ്ങാടിയിൽ ഒരാൾ വാച്ച് വിൽക്കുക, നല്ല റാഡോയുടെ ടിസോട്ടിൻ്റെ ഒക്കെ നല്ല സൂപ്പർ വാച്ചുകളാണ് വിൽക്കണേ, ഒക്കെ നല്ല വാച്ച്, ബ്രാൻഡ് 1 വാച്ചുകൾ. പക്ഷെ അയാൾ മുടിയൊന്നും ചീകിയിട്ടില്ല, തിരുമ്പി കുളിച്ചിട്ട് 15 ദിവസമായി. അയാളെ കണ്ട ആൾക്കാർ അറക്കും. അയാളിങ്ങനെ ഈ വാച്ച് വിൽക്കാൻ വെച്ചാലേ വൈകുന്നേരം വരെ ഇരുന്നാലും പിന്നെ നേരം വെളുക്കും വരെ ഇരുന്നാലും ഒരു മനുഷ്യൻ ആ വാച്ചിൻ്റെ അടുത്തേക്ക് പോവില്ല. കാരണം അത് കൊണ്ടെടുക്കുന്ന മനുഷ്യനെ കാണാൻ അത്ര ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് സത്യത്തിൽ ലോകത്ത് ജീവിക്കുന്ന ഇസ്ലാമിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരവസ്ഥത. ഒരു പത്രം എടുത്തുകൊണ്ട്, ഒരു മലയാള പത്രം, വേറൊരു പത്രം വേണ്ട, ഒരു മലയാള പത്രം എടുത്തിട്ട് ആ പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ 5 ആൾക്കാരെ ഫോട്ടോ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ആ വാർത്തൻ്റെ തലക്കെട്ട് വായിക്കരുത്, അതിൻ്റെ ഹെഡിങ് വായിക്കാതെ അതിൻ്റെ താഴെയുള്ള ആൾക്കാരെ പേര് മാത്രം വായിക്കുക. ലത്തീഫ് 22, മുഹമ്മദ് 11, ഇബ്രാഹിം 23, യൂസുഫ് 23 വയസ്സായിട്ട് ഈ പറയുന്ന ബ്രാക്കറ്റിൽ. അങ്ങനെ വായിച്ചിട്ട് 5 ആളെ പേരും നമ്മളെ കൗമിൻ്റെ പേരാണെങ്കിൽ ഉറപ്പിച്ചോളി ഏതോ മയക്കുമരുന്നിൻ്റെ കേസിലോ കരിഞ്ചന്തയിലോ പോലീസ് പിടിച്ച ആൾക്കാരെ ഫോട്ടോക്കാരെ, ഒരു സംശയമല്ല. ഇനി നമ്മളെ കൗമിൻ്റെ ഫോട്ടോ അല്ലാതെ മറ്റുള്ള സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഫോട്ടോയാണെങ്കിൽ ഒരു 90% ഒന്നുകിൽ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടിയതോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും അംഗീകാരം കിട്ടിയതോ ഒക്കെ ആയ ആൾക്കാരെ ഫോട്ടോയ്ക്കാരം. ഞാൻ സൂചിപ്പിച്ചത്, കുറ്റകൃത്യങ്ങളുടെ രംഗത്ത് സംവരണം ആവശ്യമില്ലാത്ത വിധം ഈ സമൂഹത്തിൻ്റെ സാന്നിധ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നത് സങ്കടത്തോടുകൂടി നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ കുറ്റകൃത്യങ്ങളുടെ വേണ്ടാത്തരങ്ങളുടെ മേഖലയിൽ നിന്നുകൊണ്ട് ഇതാ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഖുർആൻ, ഇതാണ് ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർ ഊറി ഊറി ചിരിക്കുന്നുവെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. കാരണം നമ്മളുടെ കയ്യിലാണ് ഖുർആൻ ഉള്ളത്. ആ ഖുർആൻ എന്ന ലോകത്തിൻ്റെ വെളിച്ചം അത് ലോകത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മളെയായിരുന്നു അള്ളാഹു ഏൽപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ ഷറഫിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഒരു പ്രവാസി മലയാളികളുടെ മീറ്റിംഗ്. ഞാൻ പോരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ
ഒരു 50 കത്ത് എന്നത് ഷറഫിയയിൽ 50 ആൾക്കാർക്ക് കൊടുക്കേണ്ട കത്താണ്. നാളത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ആൾക്കാരാണ്. നിങ്ങളത് കൊടുക്കണം എന്ന് പറഞ്ഞ് ആ കത്തിനെ ഏൽപ്പിച്ചു. ഞാൻ ആ കത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ വീട്ടിൻ്റെ ഷോക്കേസിൽ ഭംഗിയായിട്ട് വെച്ചു. നിങ്ങൾ മീറ്റിങ്ങിൽ വന്നില്ല. ആരാണ് നിങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തതിൻ്റെ ഉത്തരവാദം? ആരാ ഉത്തരവാദി? ഞാനാണ് എന്ന വിഷയത്തിൽ നിങ്ങൾക്കാർക്കും തർക്കമില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ ഒരായത്ത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്നല്ല, മുഅ്മിനീങ്ങളെ എന്നല്ല, മനുഷ്യരെ. ആരാണ് ഈ മനുഷ്യൻ? ഗോപാലേട്ടനാവാ, ജോസഫ് ഏട്ടനാവാ, സരോജിനിയാവാ, ലീലാമയാവാ, ആരാവാം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. അല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ച, യേശുക്രിസ്തുവിന് മുമ്പ് ഈ ലോകത്ത് ജീവിച്ചവരെ സൃഷ്ടിച്ച, ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും സൃഷ്ടിച്ച, അവർക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ചവരെ സൃഷ്ടിച്ച ആ നാഥനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഇതാണ് ഖുർആന്റെ ആയത്ത്. ഇത് നമ്മളോടല്ലല്ലോ, നമ്മൾ അംഗീകരിച്ച കാര്യമാണ്. പിന്നെ ഇത് ആരോടാ പറഞ്ഞത്? ഇത് നമ്മുടെ അയലോക്കത്തെ ജോസഫ് ഏട്ടനോടും നാരായണേട്ടനോടൊക്കെ പറഞ്ഞേ. ആരത് ജോസഫ് ഏട്ടനും നാരായണേട്ടനും പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മുടെ കയ്യിലാ പടച്ചോൻ ഈ ഖുർആൻ തന്നേ. ആ ഖുർആനിലാണ് ജോസഫ് ഏട്ടനോട് പറയേണ്ട ആയത്തുള്ളത്, നാരായണേട്ടനോട് പറയേണ്ട ആയത്തുള്ളത് ഈ ഖുർആനില്ല. അതെങ്ങനെയാ ജോസഫ് ഏട്ടന് കിട്ടുക? നമ്മുടെ അയലോക്കത്ത് ജോസഫ് ഏട്ടൻ പാർക്കുണ്ട്. നമ്മുടെ വീട്ടിൽ രോഗായ മൂപ്പര് വരാറുണ്ട്. മൂപ്പരെ വീട്ടിൽ രോഗായ നമ്മൾ പോവാറുണ്ട്. നമ്മുടെ കല്യാണത്തിന് മൂപ്പര് വരാറുണ്ട്. മൂപ്പരെ കല്യാണത്തിന് നമ്മൾ പോവാറുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും മൂപ്പര് കയറി ഇറങ്ങി നടക്കുന്ന നമ്മുടെ വീട്ടിൻ്റെ ഷോക്കേസിലാണ് ആ ജോസഫ് ഏട്ടനുള്ള കത്ത് അല്ലാഹു തആല ഏൽപ്പിച്ചത്, നമ്മൾ പാത്തുവെച്ചത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആ ആയത്ത് ജോസഫ് ഏട്ടൻ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മളില്ലാത്ത സമയത്ത് വാതിൽ പൊളിച്ച് ജോസഫ് ഏട്ടൻ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഉള്ള സമയത്ത് കയറിയാൽ ഖുർആൻ തൊടാനായിക്കൂലല്ലോ. അങ്ങനെ ഷോക്കേഴ്സ് കുത്തിപ്പൊളിച്ച് ആ ഖുർആൻ എടുത്ത് അതിൻ്റെ പേജ് നോക്കി ആയത്തിൻ്റെ നമ്പർ നോക്കി അമാനി മൗലവിൻ്റെ ഖുർആൻ പരിഭാഷ പരിശോധിച്ച് അയാൾ സ്വന്തം കണ്ടുപിടിക്കണം ആയത്തിൻ്റെ അർത്ഥം. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് മൂപ്പരത് കേൾക്കൂല, നമ്മൾ പറയലില്ല. നമ്മളെല്ലാ കാര്യവും പറയും. ജോസഫ് ഏട്ടാ അസുഖം വന്നാലേ ആ ഡോക്ടറെ അടുത്ത് പോകണ്ട, മൂപ്പര് മോശ, ഇങ്ങനെ ആശുപത്രി പോയിക്കോളി നമ്മൾ പറയാറുണ്ട്. കോഴിക്കോട്ടേക്ക് പോകുകയാണെങ്കിലേ ആ ബസ് കയറണ്ട, ഇങ്ങനെ ബസ് കയറിക്കോളി നമ്മൾ പറയാറുണ്ട്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിലേ ആ ഹോട്ടലിലെ ഭക്ഷണം മോശമാണ്, ഇവിടെ കയറിക്കോളി നമ്മൾ പറയാറുണ്ട്. മോൾക്ക് സ്വർണം വാങ്ങാൻ പോയപ്പോൾ ആ ജ്വല്ലറി വേണ്ട, ഈ ജ്വല്ലറി കയറിക്കോളി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് തുണി എടുക്കാൻ പോയപ്പോൾ ആ കടയിൽ കയറണ്ട, ഈ കടയിൽ പോയിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ നമ്മൾ ഈ ഒരു ജീവിതത്തിൻ്റെ പരമമായ വിജയത്തിന് കാരണമാകുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ദീനിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച് നമ്മുടെ ചുറ്റുള്ളവരോട് പറയാൻ നമ്മൾ മടി കാണിക്കാണ്. നമ്മൾ പറഞ്ഞോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തെരുവോരത്ത് നിൽക്കുമ്പോൾ പ്രവാചകന്റെ കൂടെ സഹാബത്തുണ്ട്. ഒരു ഘോഷയാത്ര കടന്നുപോയി, ഒരു ജൂതൻ്റെതാണ്. ആ ജൂതന്റെ ശവശരീരം കടന്നുപോയപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. സഹാബത്ത് ശ്രദ്ധിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ കരയുന്നു. പ്രവാചകന്റെ താടിയിൽ കൂടി കണ്ണുനീരുറ്റി വീഴുന്നു. സഹാബികൾക്ക് അത്ഭുതമായി. ഏത് കാലത്തും ഇസ്ലാമിന്റെ 1-ാം നമ്പർ ശത്രുവായ ഒരു ജൂതൻ മരിച്ചതിന്റെ പേരിൽ എന്തിന് കരയണം റസൂല്? അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് എന്തിനാണ് കരയുന്നത്? ജൂതനല്ലേ മരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എൻ്റെ പ്രിയപ്പെട്ടവരെ മറക്കരുത്. ഹബീബായ റസൂലിന്റെ മറുപടി, അയാൾ മരിച്ചത് ജൂതനായിട്ടാണ്. ജൂതൻ മരിച്ചതിന്റെ സങ്കടം കൊണ്ടല്ല ഞാൻ കരയുന്നത്, പക്ഷേ അയാൾ മരിച്ചത് ഒരു ജൂതനായിട്ടാണ്. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അയാളെങ്ങാനും പറഞ്ഞാൽ, അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ എൻ്റെ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് ഈ പരലോകത്തെക്കുറിച്ചോ ഈ സ്വർഗനരകങ്ങളെ കുറിച്ചോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ റബ്ബേ എന്ന് അയാളെങ്ങാനും പടച്ച റബ്ബിനോട് പറഞ്ഞാൽ ഞാൻ എന്തു മറുപടി പറയും എന്നോർത്താണ് ഞാൻ കരഞ്ഞത്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, മേശക്കിപ്പുറത്തിരിക്കുന്നവർ, കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്നവർ, ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നവർ, ഒരു ബെഡിൽ കിടന്നുറങ്ങുന്നവർ, നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മളെക്കാൾ സന്തോഷിക്കുന്നവർ, നമ്മുടെ വേദനകളിൽ നമ്മളെക്കാൾ വേദനിക്കുന്നവർ, അവരോട് ദുന്യാവിലെ മുഴുവൻ കാര്യങ്ങളും സംസാരിച്ചപ്പോൾ എന്തേ സുഹൃത്തേ, ജീവിതത്തിന്റെ ആത്യന്തികമായ രക്ഷയിലേക്ക് വഴിതെളിയിക്കുന്ന ഈ ഖുർആനിനെ കുറിച്ചോ ഈ ഇസ്ലാമിനെ കുറിച്ചോ പറയാൻ നമുക്കെന്തേ കഴിയാതെ പോയത്? ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, ഈ ഖുർആനിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഖുർആനിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലെ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ
പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന്, സംഭവം എന്ന് പറഞ്ഞുകൂടാ, ഒരു സംഭവം, അതായത് തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന സിനിമാ സംഗീത സംവിധായകനായ ഇളയരാജയുടെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അതൊരു വലിയ വാർത്തയായിരുന്നു. തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ അതൊരു കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായി. കാരണം ഇളയരാജ എന്ന വ്യക്തി അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മതസംഘടനയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സംഗീത സംവിധായകനല്ല, അദ്ദേഹം ഒരു ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് ഇളയരാജ. അദ്ദേഹത്തിൻ്റെ മകനായി ഇസ്ലാം മതം സ്വീകരിച്ചത്, അതും തമിഴ്നാട്ടിൽ. അത് വലിയ കോലോഹലുണ്ടാക്കി. പിതാവ് അത് സഹിക്കാൻ കഴിയാതെ ഹാർട്ട് അറ്റാക്കായിട്ട് ഹൃദയസ്തംഭനമായി അദ്ദേഹം ആശുപത്രിയിലായി ദിവസങ്ങളോളം. ഇളയരാജ. മകൻ്റെ ഇസ്ലാം മത ആശ്ലേഷണം അദ്ദേഹത്തെ അത്രയേറെ ഞെട്ടിപ്പിച്ചു. പലരും ഈ മകനോട് ചോദിച്ചു, ഈ സമയത്ത് ഇസ്ലാം ഇത്രയേറെ കല്ലെറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഇസ്ലാമിലേക്ക് വരാൻ കഴിഞ്ഞു? എമ്പാടും പണമുണ്ട്, പിതാവിൻ്റെ വഴിയിൽ എമ്പാടും സ്വാധീനമുണ്ട്, ആരാധകരുണ്ട്, എല്ലാമുള്ള ഈ അവസ്ഥയിൽ എല്ലാം വലിച്ചെറിഞ്ഞ് എങ്ങനെ ഇസ്ലാമിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിച്ചു? തലയിലൊരു തൊപ്പിയിട്ട്, മുറിക്കയ്യൻ കുപ്പായമിട്ട്, ഒറ്റമുണ്ടുടുത്ത് ഇസ്ലാമിലേക്ക് കയറി വന്ന ആ ചെറുപ്പക്കാരൻ പുഞ്ചിരിയോടുകൂടി തൻ്റെ കൂട്ടുകാർക്ക് കൊടുത്ത ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മളെപ്പോലും അമ്പരപ്പിക്കും. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ നേടേണ്ടതൊക്കെ ഞാൻ നേടി. ഒരു മനുഷ്യന് സങ്കല്പിക്കാവുന്ന പണം, സ്ഥാനമാനങ്ങൾ, ആരാധകർ, കഴിവ്, അംഗീകാരം, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാം പൂർത്തിയായപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ചോദ്യമുണ്ടായി, ഇനി എന്ത്? അല്ലേ, നമ്മൾ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു 10 കോടി ഉറുപ്പിക കിട്ടിയെങ്കിൽ. കിട്ടി. പിന്നെ ആ 10 കോടി കൊണ്ട് വലിയൊരു വീടുണ്ടാക്കും. പിന്നെ ആ വീടിൻ്റെ മുമ്പിൽ വലിയ വില കൂടിയൊരു കാറുണ്ടാവും. എന്നിട്ട് എൻ്റെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും സ്വർണത്തിൻ്റെ ചെരുപ്പും സ്വർണ്ണം എല്ലാം അങ്ങനെ ഞങ്ങൾ ഹാപ്പി സന്തോഷമായി ജീവിക്കും. എന്നിട്ടൊന്നുമില്ല, മരിച്ചു പോകണം, കബർക്ക് പോകണല്ലേ. ഈ ചോദ്യം ഒരു പ്രശ്നമാണ്. ഈ നമ്മളൊക്കെ ഇങ്ങനെ അധ്വാനിക്കല്ലേ, കിട്ടിയത് കിട്ടാൻ വേണ്ടി, അത് ഇരട്ടിയാകാൻ വേണ്ടി 10 കിട്ടുകൾ 100 മതിയെന്നും അല്ലേ എന്നൊക്കെ പറഞ്ഞു കണ്ട് അങ്ങനെ ഇതൊക്കെ കിട്ടിയിട്ട് എന്താ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് തീരുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയണേ, എൻ്റെ ജീവിതത്തിൽ എല്ലാം കിട്ടിയപ്പോൾ എൻ്റെ ജീവിതം എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഇനി എന്ത്? ആ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ വേദങ്ങളിൽ തെരഞ്ഞു, ഉപനിഷത്തുകളിൽ തെരഞ്ഞു, യോഗികളോട് ചോദിച്ചു, സന്യാസിമാരോട് ചോദിച്ചു, തത്വചിന്തകരോട് ചോദിച്ചു, മനഃശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു, സാമൂഹ്യ ചിന്തകരോട് ചോദിച്ചു. എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവർക്കായില്ല. അവസാനം ഞാൻ ഇതര മതങ്ങളെ സമീപിച്ചു, മതപണ്ഡിതന്മാരെ സമീപിച്ചു, അവരുടെ വേദഗ്രന്ഥങ്ങളെ സമീപിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ ഖുർആനിൽ നിന്നും എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ ആ ഖുർആനിൻ്റെ അനുയായിയാവാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഇന്നുവരെ അയാൾ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ല. ഇന്നുവരെ അയാൾ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് വന്നിട്ടില്ല. ഇന്നുവരെ ഒരു പേജ് ഖുർആൻ ഓതാൻ അയാൾ പഠിച്ചിട്ടില്ല. ഇന്നുവരെ QHLSന്റെ ഒരു ക്ലാസ്സിൽ അയാൾ പങ്കെടുത്തിട്ടില്ല. ഇന്നുവരെ ഖുർആനിന്റെ ഒരു സെമിനാറിലോ ഒരു സിംപോസിയത്തിലോ ഒരു ചർച്ചയിലോ ഒരു പരീക്ഷയിലോ അയാൾ പങ്കെടുത്തിട്ടില്ല. എന്നിട്ട് അയാളുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത സമസ്യകൾക്ക്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അയാൾക്ക് ഉത്തരം നൽകിയത്രേ. അപ്പം നമുക്ക് അത്ഭുതം. ഞാനെത്ര കൊല്ലായി 5 വയസ്സായപ്പോൾ വിരലും പിടിച്ചുകൊണ്ട് ബാപ്പന്നെ കൊണ്ടുപോയി മൊല്ലാക്കാൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആദ്യം പഠിച്ച ആ ആയത്ത് മുതൽ ഞാൻ എത്ര ഖുർആൻ പഠിച്ചു, എത്ര ആയത്തുകൾ കണ്ടു, എത്ര പരീക്ഷകൾ എഴുതി, എത്ര സദസ്സുകളിൽ പങ്കെടുത്തു. എന്നിട്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ വിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്താണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന മാറ്റമുണ്ടാക്കാൻ പ്രേരണയായത് എന്ന് പറയാൻ ഒരായത്ത് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ മുമ്പിലുണ്ടോ? 6000-ൽ ചില്ലാനം ആയത്തുകളിൽ 114 അധ്യായങ്ങളിൽ ഈ സൂറത്തിലെ ഇത്രാമത്തെ ആയത്ത് എൻ്റെ ജീവിതത്തിൽ കാതലായ മാറ്റമുണ്ടാക്കി എന്ന് പറയാൻ നമുക്കാർക്കെങ്കിലും ഇന്നുവരെ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ലെങ്കിൽ എന്താ അതിൻ്റെ കാരണം? വിശുദ്ധ ഖുർആൻ ലോകത്തിന് വെളിച്ചമാണ് എന്ന് ഖുർആൻ സ്വയം പ്രഖ്യാപിക്കുകയും ആ വെളിച്ചത്തിൻ്റെ കീഴിൽ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് ജീവിക്കുകയും ചെയ്യുന്നില്ല. എങ്ങൾക്കറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ കടന്നു വന്ന ജാഹിലിയ കാലഘട്ടത്തിലെ സമൂഹത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കണ്ടല്ലോ, നമ്മളൊക്കെ ഏറെ ബോധമുള്ളവരാണ്. ആ ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും വൃത്തികെട്ട സമൂഹത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സംസ്കരിച്ചെടുത്തത് എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ് പ്രവാചകൻ ആ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയത്? അധികാരം കൊണ്ടായിരുന്നോ? പണം കൊണ്ടായിരുന്നോ? മറ്റെന്തെങ്കിലും ഭൗതികമായ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടായിരുന്നോ പ്രവാചകൻ ആ സമൂഹത്തെ മാറ്റിയത്? അല്ലല്ലോ. പ്രവാചകൻ ആ സമൂഹത്തെ മാറ്റിയത് എന്തുകൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുക. സൂറത്തുൽ ജുമുഅയുടെ 2-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും. അക്ഷരം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ പ്രവാചകനായി അയച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഡിഗ്രിയും PGയും കഴിഞ്ഞ ആളായിരുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തത്വശാസ്ത്രങ്ങൾ വായിച്ചു പഠിച്ച ചിന്തകനായിരുന്നില്ല. അക്ഷരം ഒരു വര വരച്ചാൽ അലിഫ് എന്നാണ് വായിക്കുക എന്ന് വായിക്കാൻ അറിയാത്ത നിരക്ഷരനായിരുന്നു പ്രവാചകൻ. ആ പ്രവാചകനെ അള്ളാഹു അവരിലേക്ക് അയച്ചു. എന്നിട്ടോ എന്താ റസൂൽ ചെയ്തത്? എന്താണ് റസൂൽ ചെയ്തത്? യത്ലു അലൈഹിം ആയാതി. യത്ലു അലൈഹിം ആയാതി. അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്തു. തല എന്ന് പറഞ്ഞാൽ ഓദീന, തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഓത്ത് എന്നർത്ഥം. തല യത്ലു അലൈഹിം, ആ പ്രവാചകൻ അവർക്ക് ഓതിക്കൊടുത്തു. ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകൾ. വയുസക്കീഹിം, ആ ആയത്തുകളിലൂടെ അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹും, അവരെ പഠിപ്പിച്ചു. അൽ കിതാബ, ഈ വേദഗ്രന്ഥം. വൽ ഹിക്മത, അതിൻ്റെ വിശദീകരണമായ സുന്നത്തും. വൈൻകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ആ ജനത ആ പ്രവാചകൻ വരുന്നതിന് മുമ്പ് തീർത്തും വഴിപിഴച്ച, ഏറ്റവും പിഴച്ച ഒരു മാർഗത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അല്ലേ? വളരെ ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി ആ സമൂഹത്തെ പഠിപ്പിച്ചിട്ടാണ്. ഇല്ലേ? ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ തിന്മകളെയും പ്രവാചകൻ ഉപേക്ഷിക്കുവാൻ കൽപ്പിച്ചത് വിശുദ്ധ ഖുർആനിൻ്റെ പിന്തുണയോടുകൂടി. എനിക്കറിയില്ലേ, ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹത്തെ കൊണ്ട് ഒരു പെൺകുട്ടിയെ പോറ്റുന്നത് പുണ്യമാണ് എന്ന് പഠിപ്പിച്ചില്ലേ പ്രവാചകൻ? അങ്ങനെ ഉണ്ടോ? നമ്മളൊക്കെ എപ്പോഴും എന്താ പ്രശ്നം തരങ്ങൾ? ജാഹിലിയത്തിൻ്റെ ചെറിയ ശേഷിപ്പുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഓള് പ്രസവിച്ചു, മോള് പ്രസവിച്ചു, എന്താ കുട്ടി എന്തായാലും എന്താ, അമ്മാക്കും കുട്ടിക്ക് കുഴപ്പമില്ല, ഞാൻ പോരെ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഉരുണ്ട് പറയുന്നത് കേട്ടാൽ തന്നെ അറിയാതെ പെൺകുട്ടിയേക്കാരെന്ന്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് പറയും കുട്ടിയാണാണ്. അതിങ്ങനെ അങ്ങനെ വളച്ചൊടിച്ച് വരുന്ന കണ്ട അർത്ഥം എന്താ നിങ്ങൾ? പെണ്ണാണെന്നാ. സത്യത്തിൽ ഞാൻ നിങ്ങളോട് സത്യസന്ധമായി ചോദിക്കട്ടെ, ഈ ദുന്യാവിൽ ഒരു പെൺകുട്ടിയിൽ നിന്നാണോ ഒരാൺകുട്ടിയിൽ നിന്നാണോ മാതാപിതാക്കൾക്ക് ഏറ്റവുമേറെ സ്നേഹവും ആർദ്രതയും ദയയും കിട്ടുന്നത്? ഒരു സംശയം വേണ്ട, പെണ്ണെന്ന. ഇനി നാളെ പരലോകത്തോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, അള്ളാഹുവിൻ്റെ വഹയ്യ് മുഖേന മാത്രം സംസാരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, ആർക്കെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടാവുകയും ആ പെൺകുട്ടിയെ ആൺകുട്ടിയിൽ നിന്ന് ഒട്ടും വ്യത്യാസം കാണിക്കാതെ ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കുകയും ചെയ്താൽ നാളെ നരകത്തിൽ നിന്ന് ആ പെൺകുട്ടി അയാൾക്കൊരു കാവലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. 10 ആൺകുട്ടികളെ വളർത്തിയാൽ ഈ പുണ്യം കിട്ടുന്ന റസൂൽ പറഞ്ഞിട്ടില്ല. ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഈ രൂപത്തിൽ വളർത്തിയെടുത്താൽ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ കൂലിണ്ട് എന്നാ പറഞ്ഞേ. അല്ലേ? തീർന്നില്ല. റസൂൽ പറയണേ, ജീവിതത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ പറയുക? നേട്ടം. കല്യാണം കഴിച്ച് പറഞ്ഞയച്ച അവൻ്റെ മകൾ വീട്ടിലേക്ക് തിരിച്ചു വരിക. എങ്ങനെ? ഒന്നുകിൽ ഭർത്താവ് മരിച്ചിട്ട്, അല്ലെങ്കിൽ ഭർത്താവ് ഒഴിവാക്കിയിട്ട് നിൻ്റെ പെൺകുട്ടിൻ്റെ വീട്ടിൽ തിരിച്ചു വന്നാലേ, ആ പെൺകുട്ടിയെ ഞാനങ്ങോട്ട് സംരക്ഷിച്ചാലേ അതിന് അള്ളാഹു എനിക്ക് നൽകുന്ന പ്രതിഫലം അത്രയും മഹത്തരമാണെന്ന് ലോകത്തിൻ്റെ നേതാവ് നമ്മളെ പഠിപ്പിക്കുക. ഒരു പെൺകുട്ടി ഭാരമല്ല ഒരിക്കലും. ഒരു പെൺകുട്ടി ജീവിതത്തിൻ്റെ നേട്ടമാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ ഹബീബായ റസൂൽ സമൂഹത്തെ പഠിപ്പിച്ചപ്പോൾ അവർ പെൺകുട്ടികളെ വളർത്തി. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന് ഈ ഭൂമിയിൽ ഏറ്റവും വിധേയായ ആൾ പ്രവാചകന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. മക്കളിൽ നിന്ന് ഇന്ന് മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണ് ചോദിച്ചു നോക്കണ്ടി? തിന്നാൻ കൊടുക്കുകയല്ല, നമ്മളൊക്കെ തിന്നാൻ കൊടുക്കാറുണ്ട്.
മരുന്ന് വാങ്ങിക്കൊടുക്കാറില്ല, നമ്മളൊക്കെ മരുന്ന് വാങ്ങിക്കൊടുക്കാറുണ്ട്. ആശുപത്രിയിൽ കൃത്യമായിട്ട് കൊണ്ടുപോകാറുണ്ട്, കല്യാണത്തിന് പോകാറുണ്ട്, തുണി കുപ്പായം കൊടുക്കാറുണ്ട്, ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന വിഷയം എന്താ നിങ്ങൾ? നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ, അല്ലേ? താങ്ങാൻ കഴിയാത്ത വാക്കുകൾ. ബാപ്പാക്കും ഉമ്മാക്കും താങ്ങാൻ കഴിയാത്ത വാക്കുകളാണ് മക്കളുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്. അതാണ് ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കളെ, വൃദ്ധന്മാരെ ഏറ്റവുമേറെ വേദനിപ്പിക്കുന്ന വസ്തുത. അതുകൊണ്ടാണ് പഠിച്ചോൻ പറഞ്ഞേ, വലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് വെറുപ്പിൻ്റെതായ ഒരു വാക്ക് നീ പറയാൻ പാടില്ല, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തിന്, സദസ്സിന് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ക്ലാസിൻ്റെ വിഷയം എന്താ? ഏറ്റവും വലിയ തിന്മകൾ. ഏറ്റവും വലിയ തിന്മയെക്കുറിച്ച് പ്രവാചകൻ സംസാരിക്കുക. ഒന്നാമത്തെ തിന്മ ഏതാ? എല്ലാവർക്കും അറിയാം. ഏതാ ഒന്നാമത്തെ തിന്മ? ശിർക്കാണ്. അള്ളാഹുവിൻ്റെ ആരാധനയിൽ, അള്ളാഹുവിൻ്റെ കഴിവുകളിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ, അള്ളാഹുവിൻ്റെ സവിശേഷതകളിൽ മറ്റുള്ളവർക്ക് പങ്കു നൽകുക. ആ ശിർക്കാണ് ഏറ്റവും കടുത്ത പാപമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത്തേതേതാ? രണ്ടാമത്തെ പാപം ഏതാ? നിങ്ങള് മാതാപിതാക്കളെ ചീത്ത പറയലാണ്. മാതാപിതാക്കളെ ചീത്ത പറയലാണ് അടുത്ത പാപമെന്ന് ഹബീബായ റസൂല് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ സദസ്സിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുക, അള്ളാന്റെ റസൂലേ, ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മനുഷ്യന് സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയാൻ കഴിയുമോ റസൂലേ? എന്താ ചോദിച്ചേ? ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മനുഷ്യന് തനിക്ക് ജന്മം നൽകി പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ചീത്ത പറയാൻ ഒരു മനുഷ്യന് കഴിയുമോ റസൂലേ? ആരാ ചോദിച്ചത്? ജാഹിലിയ കാലത്ത് ജീവിച്ച മനുഷ്യനാ ചോദിച്ചേ. അവർക്കത് പരിചയമല്ല. സ്വന്തം ബാപ്പാന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കി ചീത്ത പറയുക എന്നത് ജാഹിലിയ കാലത്തെ മനുഷ്യന് പരിചയമല്ല. നമുക്കോ എന്നാ ബാപ്പാനും ഉമ്മാനും ചീത്ത അറിയാത്ത? രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് നമ്മൾ ചോദിച്ചു, മോനെ ബാപ്പ വൈകുന്നേരം വരുമ്പോൾ എന്താ കൊണ്ടുവരണ്ടേ? കുട്ടി പറഞ്ഞു, ചോക്ലേറ്റിൻ്റെ പേര് പറഞ്ഞു, ഭയങ്കര വിലയാണ് ഇപ്പോൾ. ചോക്ലേറ്റിൻ്റെ പേര് പറഞ്ഞു, കൊണ്ടുവരട്ടോ മോന്, ബാപ്പ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരാ. അപ്പോൾ കുട്ടി പറഞ്ഞു 2 എണ്ണം വേണം. ആയിക്കോട്ടെ, 2 എണ്ണം കൊണ്ടുവരാ. കുട്ടിൻ്റെ കവിളത്തൊരു ഉമ്മയൊക്കെ കൊടുത്ത് വണ്ടിക്ക് കയറുമ്പോൾ ആ ബേക്കുന്നൊരു വിളി, എടാ, ആ ഒച്ച കേൾക്കണ പിരാന്ത അമ്മേക്കാരെ. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പം മുണ്ടാറില്ല. അമ്മക്കാരെ ഒച്ച കേട്ടാൽ പൊട്ടിത്തെറിച്ചും. കുടുങ്ങിയ സമയത്ത് അമ്മ മുണ്ടാറുള്ളൂ. ഒരു തമാശ കെട്ടിയാനേ, ഒരു ഫാൻസി കടയിൽ 2 ജോലിക്കാരുണ്ട്. അപ്പോൾ ഒരാൾ മേലെയാണ്, മറ്റോ താഴെ സാധനം അടുക്കി വെക്കുക. അപ്പോൾ ഈ മേലുള്ളവൻ്റെ ഫോണുണ്ട് താഴെ. ആ ഫോൺ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. കുറേ അടിച്ചപ്പോൾ മേലുള്ളവൻ പറഞ്ഞു, എടാ ആ ഫോൺ ആരതാ നോക്കുക പറഞ്ഞു. താഴെയുള്ളവൻ തിരിച്ചും മറിച്ചും നോക്കി, വല്യേട്ടൻ അല്ല. അങ്ങനെ കുറേ വായിച്ചപ്പോഴാണ് വല്യടങ്ങേറ് എന്നാ സേവ് ചെയ്തേക്കണേ. വല്യടങ്ങേറെ. ആ ഇപ്പം പറഞ്ഞു, എടാ വല്യടങ്ങേറാണ് പറഞ്ഞ. ആ ഉമ്മയാണ് കട്ട് ചെയ്തതാ പറഞ്ഞു. അപ്പം എന്താ ഉമ്മ വല്യടങ്ങേറായത്? എന്താ? ഉമ്മ എപ്പോഴും ചോദിക്കുമല്ലോ, എടാ അജ് ചോറുന്നോ, ഇജ് കഞ്ഞി കുടിച്ചോ, ഇജ് അങ്ങോട്ട് പോയോ, അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും പറഞ്ഞു. ആ പോനതിൽ ഇടങ്ങേറായപ്പോഴേ അതൊരു വല്യടങ്ങേറ് പറഞ്ഞു കണ്ട് ഉമ്മാനോട് സേവ് ചെയ്തേക്കുക. അല്ലേ? ഉമ്മാൻ്റെ ഒച്ച കേൾക്കണ അത്ര ഇഷ്ടമാണ്. ആ അമ്മയാണ് വിളിച്ചത്, എടാ ബേക്കിന്ന്. ഇപ്പം അങ്ങനെ വെറുപ്പോട് കൂടി തീ പാറുന്ന കണ്ണുകളോടെ അങ്ങനെ നോക്കി. പാവമ്മ അങ്ങോട്ട് ചുരുങ്ങി. കുടുങ്ങിയിട്ട് അമ്മ വിളിക്കുള്ളൂ. എന്തിനാ അമ്മ വിളിച്ചറിയോ? ഉമ്മാൻ്റെ ഗുളിക തീർന്നിക്കണ്. ഉമ്മ പറഞ്ഞു, മനെ, ഉമ്മാൻ്റെ ആ ഗുളിക തീർന്നിട്ട് 4 ദിവസമായി. ഇപ്പം അങ്ങനെ മേത്തുകൂടെ ഒരു വേദനയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മോൻ വൈകുന്നേരം വരുമ്പോൾ ഒരു 10 ഗുളികയും വാങ്ങി വരണം കേട്ടോ. 10 ഗുളികക്ക് 10 ഉറുപ്യ ആവുക. കുട്ടി പറഞ്ഞ ചോക്ലേറ്റിൻ്റെ പകുതി. എന്നിട്ടും നമുക്ക് സഹിച്ചില്ല. നമ്മളിങ്ങോട്ട് പൊട്ടി, എന്തിനാ നിങ്ങൾക്ക് മരുന്ന്? ഒരു പാത്തിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല, അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല. മനുഷ്യൻ്റെ പൈസ കളയാൻ വേണ്ടി ഒരു സാധനം എന്തൊക്കെയോട് പറഞ്ഞ്. പാവമ്മ കൺകോണുകളിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ തുള്ളികൾ മറ്റൊരാൾ കാണാതിരിക്കാൻ, ചുണ്ടോളം വന്ന വിതുമ്പലുകൾ മറ്റൊരാൾ അറിയാതിരിക്കാൻ, പുള്ളിത്തട്ടത്തിൻ്റെ തല കടിച്ചു പിടിച്ചുകൊണ്ട്, ചുമരിൽ പറ്റിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മ നടന്നു പോയിട്ടുണ്ട് അടുക്കള ഭാഗത്തെ പുക പിടിച്ച ഇടുങ്ങിയ സ്വന്തം മുറിയിലേക്ക്. എത്ര ദിവസം ഇമ്മോട് മുണ്ടല്ല. വലാത്ത കുല്ലഹുമാ ഉഫിൻ, നീ അവരോട് വെറുപ്പിന്റെ ഒരു വാക്ക് പറയരുത് എന്ന ഖുർആനിന്റെ അർത്ഥം പഠിച്ച ഒരൊറ്റ മുസ്ലിമിന് സ്വന്തം മാതാവിൻ്റെ പിതാവിൻ്റെ മുഖത്ത് നോക്കി കടുത്ത ഒരു വാക്ക് പറയാൻ സാധിക്കുമോ? നമ്മളൊക്കെ ഖുർആന്റെ ആൾക്കാരാ. പക്ഷെ ഖുർആനും നമ്മളും തമ്മിൽ എന്താ ബന്ധം?
പണ്ട് കുട്ടികളെ കഥാപുസ്തകത്തിലെ ഒരു കഥ വായിച്ച്, നിങ്ങളൊക്കെ വായിച്ചോ, നമ്മളെ തവളൻ്റെ കഥ. ഒരു കുളത്തിലൊരു തവള ഉണ്ടായിരുന്നു. വെയിൽ കായാൻ വേണ്ടി കല്ലുമ്മ അങ്ങനെ വന്നിരിക്കും. അതിൻ്റെ അടുത്തൊരു നല്ല പൂവ് വിരിഞ്ഞിരുന്നു. തവള അത് മെയിൻ ചെയ്തിട്ടില്ല. ഒരിക്കണ്ടൊരു ശബ്ദം കേട്ട് നോക്കിയപ്പണ്ട് ഒരു കരിവണ്ട് എവിടുന്നോ പാറി വരുന്നു. തവള ചോദിച്ചു, എവിടുന്നാ വരുന്നേ? വണ്ട് പറഞ്ഞു, എന്ത് ചോദ്യമാണ്, ഈ പൂവിൻ്റെ ഗന്ധം കേട്ടില്ല, എത്ര ദൂരത്തേക്കാ കേൾക്കണ അറിയോ? ആ വാസന കേട്ടാൽ അറിയാം ആ പൂവിൽ നല്ല മധുരമുള്ള തേനുണ്ട്, ഞാനത് കുടിക്കാൻ വന്നാണ്. അല്ലാ, തവളക്ക് ചൂടായില്ലേ? എന്ത് വർത്താന പറഞ്ഞേ? തോന്നിയാസം പറഞ്ഞാൽ എൻ്റെ കാലിയാൻ പൊട്ടും, എൻ്റെ തലയാൻ പൊട്ടും. തവള ആകപ്പാടെ ചൂടായി. വണ്ട് തർക്കിക്കാൻ നിന്നില്ല. വണ്ട് വന്നുകാണ്ട് തേന് കുടിച്ച് വണ്ട് പോയി. ഈ തവളൻ്റെ റോള നമുക്ക് കുറുകാൻ നമ്മളെടുത്താ. പക്ഷെ അതിൻ്റെ മധുരം നമുക്ക് കിട്ടിയിട്ടില്ല, അതിൻ്റെ വാസന കിട്ടിയിട്ടില്ല. നമുക്കാകെ ഒന്നും അറിയാം. ആരെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞാൽ ഓനെ തല നമ്മൾ വെട്ടും, ഓനെ കൈ നമ്മൾ വെട്ടും, ഓനെ കാല് നമ്മൾ വെട്ടും, ഓനെ നമ്മൾ രപ്പാക്കും. പക്ഷേ എന്താണ് ആ പൂവിൻ്റെ മധുരം, എന്താണ് അതിൻ്റെ സൗരഭ്യം, എന്താണ് അതിൻ്റെ സൗന്ദര്യം, എന്താണ് അത് നമുക്ക് കിട്ടിയിട്ടില്ല, നമുക്കത് മനസ്സിലായിട്ടില്ല. അതാ സത്യം. ഞങ്ങളോട് ചോദിക്കട്ടെ, നമ്മളൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പഠിച്ച ആൾക്കാരാ? ഇന്നലെ വന്ന മൊബൈൽ ഫോണിൻ്റെ പുതിയ ടെക്നോളജി ഇന്ന് നമുക്ക് മനപ്പാടല്ലേ? എങ്ങനെയാ നമ്മൾ പഠിച്ചില്ലേ? ആവശ്യമെന്ന് തോന്നി. ആരാ പഠിക്കാത്തേ? വല്ലിപ്പാനോട് ചോദിച്ചു, എന്താ വല്ലിപ്പങ്ങൾ മൊബൈലൊന്നും വാങ്ങാത്തേ? അത് എനിക്ക് പിന്നെ കണ്ണ് പിടിക്കൂല, എനിക്ക് മാണ്ടാറിന വല്ലിപ്പ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ ഇങ്ങനെ, എന്താ വല്ലിപ്പങ്ങൾ കാട്ടണേ? ഞാൻ പാമ്പൊക്കെ തിന്നാൻ കൊടുക്കുകയെന്ന് പറഞ്ഞ് മുപ്പറപ്പായ നോക്കിയതിലപ്പോൾ. അപ്പോൾ അത് എവിടുന്ന്? അതൊക്കെ പേരക്കുട്ടികൾ പഠിപ്പിച്ചില്ലേ പറഞ്ഞു. അങ്ങനെയാണ്. പഠിക്കണമെന്ന് വിചാരിച്ചാൽ പ്രായം പ്രശ്നമാവാതെ പഠിക്കുവാൻ കഴിയുന്ന ബുദ്ധിയുള്ള നമുക്കേ 5-ാം വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ പ്രായത്തിയിട്ട് വിശുദ്ധ ഖുർആന്റെ ഒരു പേജ് എടുത്തിട്ട് ഈ പേജിൻ്റെ അർത്ഥമൊന്ന് പറയാൻ പറഞ്ഞാൽ അത് പറയാൻ സാധിക്കുന്ന എത്ര മുഖങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. 500-600 വീടുകളുള്ള മുസ്ലിം മഹല്ലുകളിൽ ഖുർആനുമായിട്ട് ആ വീട്ടുമുറ്റത്ത് ചെന്ന് ഇതാ ഈ ഖുർആനിലെ ഒരു പേജ് വായിച്ച് അതിൻ്റെ അർത്ഥമൊന്ന് പറഞ്ഞു തരാൻ സാധിക്കുന്ന എത്ര വീടുകളുണ്ട് ഈ മഹല്ലിലെന്ന് ഒരു കണക്കെടുപ്പ് നടത്തിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര വീടുകളിൽ നിന്ന് നമുക്ക് അനുകൂലമായ മറുപടി ലഭിക്കും? അതൊക്കെ ഒന്ന് പഠിക്കാനേ എനിക്ക് സമയമല്ലല്ലോ അല്ലേ? ഞങ്ങൾക്കൊരു പേപ്പറും പെണ്ണും തന്നിട്ടേ മറിയം ബീവിയെക്കുറിച്ച് 10 സെന്റൻസ് എഴുതാൻ പറഞ്ഞാലേ, മറിയം ബീവിയെക്കുറിച്ച് 10 സെന്റൻസ് എഴുതാൻ പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ എഴുതും. എന്താണ്? മറിയം ബീവി ഈസാ നബിയുടെ മാതാവാകുന്നു നിങ്ങൾ എഴുതും. രണ്ടെന്താ എഴുതുക? കുറേ ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ 3, 4, 5 മാക്സിമം എഴുതും. 5 കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ എഴുതുമെന്ന് ഇങ്ങനെ ആലോചിച്ചു അല്ലേ? അതവിടെ വെച്ചിട്ട് ഞാൻ പറയാം, ആ പേപ്പർ അവിടെ വെക്കി. നിങ്ങൾ സരിത എസ് നായരെ കുറിച്ച് 10 സെന്റൻസ് എഴുതിയും. അല്ലാ, യൂണിവേഴ്സിറ്റി പരീക്ഷ ഒരു പേപ്പർ അടുത്ത പേപ്പർ എഴുതി പറയും. അവസാനമാണെങ്കിൽ എഴുതിയത് മതിയാകാനായിട്ടുമാണെങ്കിൽ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും നമുക്കറിയാം. അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് വിവരമുണ്ട്. ഈ ഖുർആൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് കൊല്ലങ്ങളായി. ആ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്തു മറിയം. ആ അധ്യായം വായിച്ചാൽ ആരാണ് മറിയമെന്നും എന്താണ് അവരെ ലോകത്തിൻ്റെ നേതാവാക്കിയതെന്നും ആ അധ്യായം നമ്മളെ പഠിപ്പിക്കും. അതിപ്പോൾ ഇൻകം വായിക്കാൻ നേരില്ലല്ലോ. പേപ്പർ ഇങ്ങോട്ട് കിട്ടിയാൽ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ടേ ചില ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട്, നമ്മളോട് ഒരാളുടെ ബാബർ ഷാപ്പ് എന്ന് പേപ്പർ വായിച്ചാൽ മൂപ്പർ ഇങ്ങനെ നോക്കിയിട്ട് ഒരു വാർത്ത മാത്രമേ വായിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും എങ്ങനെ ഇപ്പം നിങ്ങൾ അപ്പം മൂപ്പർ നോക്കുകയാണ്, മൂപ്പർ ഇങ്ങനെ നോക്കിയിട്ടേ ഈ സാ തിരിച്ചിട്ട് അക്ഷരം മൂപ്പർ തരയണേ, ഡാ, അതായത് പീഡനം മൂപ്പർ തരിക. അങ്ങനെ നോക്കിയിട്ട് ആ ഡാ കാണുന്ന വാർത്ത മാത്രം മൂപ്പർ വായിക്കുള്ളൂ. അതന്നെ വായിക്കാൻ മാത്രം ഉണ്ടാവും. നമുക്കറിയാലോ, നമ്മുടെ പേപ്പറിലൊക്കെ ചാനലുകളിലൊക്കെ വാർത്തകൾ വായിക്കണ വാർത്ത മുഴുവൻ ദുഷിച്ച വാർത്തയാണ്. എല്ലാ കൈക്കൂലി, കൊലപാതകം, അങ്ങനെ കൊട്ടേഷൻ വായിച്ച് ഈ വായിക്കണമെന്ന് തോന്നി ഇത് എന്തതൊക്കെ വെറുതാണല്ലോ. അവസാനം TV ചാനലുകളൊക്കെ തീരുമാനിച്ചേക്കാം പുതിയൊരു പ്രോഗ്രാം. എന്താ പറയുക, ഒരു ദിവസം 10 മിനിറ്റ് നല്ല വാർത്തകൾ. എന്തേ നല്ല വാർത്തയിൽ മത്തം കുരു കുഴിച്ചിട്ടതും അങ്ങനെ എന്തെങ്കിലും, വല്ല വാർത്ത നല്ലതൊന്നുമില്ല. അല്ലാതെ വായിക്കുന്ന മുടിനാരിഴ കീറി പരിശോധിക്കുന്ന വാർത്തകൾ മുഴുവനും വൃത്തികെട്ടതും വേണ്ടാത്തതും തോന്നിവാസവും സങ്കടപ്പെടുത്തതുമായ വാർത്തകൾ. നല്ല വാർത്തകൾ ലോകത്ത് നടക്കുന്നില്ല അല്ലേ? ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഹബീബായ റസൂല് പറയുമത്രേ, യാ റബ്ബ്, പടച്ച റബ്ബേ, ഈ സമുദായം അവർ എൻ്റെ സമൂഹത്തിൽപ്പെട്ടവരാണ്, പക്ഷേ
അവർ ഖുർആനിനെ അവഗണിച്ചവരാകുന്നു റബ്ബേ. അതുകൊണ്ട് അവർക്ക് നീ അർഹമായത് കൊടുക്കണമേ റബ്ബേ എന്ന് നമ്മുടെ ഹബീബായ ജീവനക്കാളേറെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റസൂല് പറയുമെന്ന് വിശുദ്ധ ഖുർആനാ പഠിപ്പിക്കണേ. എന്താ ഖുർആനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനെ ഒരു കസേരട്ട് കണ്ടുപടിയിരുത്തി, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഇയാളോട് ചോദിക്കണം, എന്തെങ്കിലും കാര്യം ചോദിക്കാണെങ്കിൽ ഇയാളോട് ചോദിക്കണം കേട്ടോ എന്ന് അധ്യക്ഷൻ പറഞ്ഞിട്ടേ ഇന്നവിടെ ഇരുത്തി. മൂപ്പര് പോയപ്പോൾ നിങ്ങൾ തോന്നിയ മകൾ പോയി അങ്ങോട്ടും ഞാൻ പറഞ്ഞു, ഇന്നൊന്നും കാട്ടിയിട്ടില്ല, ഇന്നെ അടിച്ചിട്ടില്ല, ചീത്ത അറിഞ്ഞിട്ടില്ല, ഒന്നും കാട്ടിയിട്ടില്ല. ഇന്നവിടെ ഉഷാറാക്കി വെള്ളത്തുണി പൊതിഞ്ഞ് കുട്ടികൾക്ക് കിട്ടാത്ത അട്ടത്ത് ഇങ്ങനെ വെച്ചേക്കുക അധ്യക്ഷനാക്കിയിട്ട്. ഒരു കാര്യം ചോദിക്കണ്ടോ, ജീവിതത്തിൽ ഇന്ന ഒരു പ്രശ്നമുണ്ട്, അതെങ്ങനെ പരിഹരിക്കണം, ജീവിതത്തിൽ ഇന്ന ഒരു വഴിത്തിരിവുണ്ട്, ആ വഴിത്തിരിവിൽ ഞാൻ എന്ത് ചെയ്യണം, ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ പരിഹാരം എന്ത്? വിശുദ്ധ ഖുർആനിൽ നമ്മൾ തേടിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് മതം എന്ന് പറഞ്ഞ ഒരു വികാരാണ്. പക്ഷേ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിനെ, സഹോദര, എന്താണ് നമുക്ക് ഖുർആൻ? എന്തിനാ ഖുർആൻ? അതിങ്ങനെ ഓതാനാണോ? നമുക്കിങ്ങനെ ഓതിയിട്ട് ഒരക്ഷരങ്ങൾക്ക് 10 ഇരട്ടി മുതൽ 70 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെയുള്ള കൂലി കിട്ടുവാൻ വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമാണോ ഖുർആൻ? അല്ലല്ലോ. പിന്നെന്താ ഖുർആൻ? വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞു, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമാണ് ഖുർആൻ. മാർഗദർശനത്തിൻ്റെയും സത്യാസത്യ വിവേചനത്തിൻ്റെയും അതിൻ്റെ രേഖയാകുന്നു ഖുർആൻ. നമ്മുടെ ജീവിതത്തിൽ നാം എന്തു ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത് ഖുർആനാ. നമ്മുടെ ജീവിതം ഏത് ദിശയിലൂടെ ആവണമെന്ന് പഠിപ്പിക്കുന്നത് ഖുർആനാ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളൊക്കെ ഒരു വഴിക്ക് പോവുകയാണെങ്കിലേ ഡ്രൈവർമാരൊക്കെ മൊബൈൽ ഓണാക്കിയിട്ട് അവിടെ വെക്കും മുമ്പിൽ. എന്തിനാ നിങ്ങൾ? വഴി പിഴക്കാതെക്കാൻ വേണ്ടിയാ. അതിൽ നോക്കിയിട്ട് ഇങ്ങനെ പോകൂലേ, എത്ര സുഖമായിട്ടാണ് പോവുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഈ വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൻ്റെ മാർഗദർശനമായി സ്വീകരിച്ചാൽ ആ മനുഷ്യൻ്റെ സഞ്ചാരം എത്ര എളുപ്പങ്ങൾ. ഞാൻ അതൊക്കെ പറയുമ്പോൾ നിങ്ങളെ മനസ്സിലിങ്ങനല്ലേ, ഇതൊക്കെ ഇപ്പം ഏത് ഖുർആനെ പറ്റിയാണ് മൂപ്പരി പറയണേ? സുഹൃത്തെ, നമ്മളെ വീട്ടിൽ ചട്ട പറഞ്ഞ് പേജ് കീറി കിടക്കുന്ന തിരുരങ്ങാടി ബുക്ക് സ്റ്റാളിൽ അടിച്ച് 25 ഉറുപ്പ്യക്ക് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ ഖുർആനെ കുറിച്ചാണ് ഈ പറയണേ. നമ്മുടെ കുട്ടി മദ്രസയിലേക്ക് പോകുമ്പോൾ പേജുകൾ കീറി അവൻ്റെ പുസ്തക സഞ്ചിയുടെ അടിയിൽ കിടക്കുന്ന ആ ഖുർആനെ കുറിച്ചാ. നമ്മുടെ വീട്ടിലെ പള്ളിയിലെ ജനലിൻ്റെ തട്ടുകളിൽ വെച്ച ആ ഖുർആനെ കുറിച്ചാണ് പറയണേ. ലോകത്തിന് മാതൃകയായ ഖുർആൻ, കോടിക്കണക്കിന് ആളുകൾക്ക് മാർഗദർശനം കൊടുത്ത ഖുർആൻ. നമുക്കതറിയില്ല. നമ്മളിങ്ങനെ ഹിന്ദി പാട്ട് പാടുന്നമാർക്ക് ഇങ്ങനെ പാടി പോകുക എന്നല്ലാതെ എന്താന്നൊരു പിടുത്തമല്ലല്ലോ. വല്ല പിടുത്തമുണ്ട്? ഈ ജീപ്പൊക്കെ കണ്ടില്ല നിങ്ങൾ? ഈ കല്ലിട്ടങ്ങനെ പോകുമ്പോഴേ ഒരു കുണ്ടിന്ന് കയറോളം ഇങ്ങനെ റൈസാക്കി ഇങ്ങനെ വലിപ്പിച്ചു. അതേപോലെ നമ്മൾ ഒരക്ഷരം കഴിഞ്ഞ അടുത്ത അക്ഷരത്തിൽ എത്തുന്നവരെ ഇങ്ങനെ പറഞ്ഞാണ്ട് ഇങ്ങനെ പോകുക എന്നല്ലാതെ ഇതെന്താണ് ഈ വാക്ക്? ഇത് പേടിപ്പിക്കണ വാക്കാണോ? ഇത് സന്തോഷിപ്പിക്കണ വാക്കാണോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് രോഗം ബാധിച്ച് ജനങ്ങൾക്ക് ഇമാമായിട്ട് നമസ്കരിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ പ്രവാചകൻ തൻ്റെ ശേഷം ആരായിരിക്കണം ഇമാമ് എന്നതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അബൂബക്കറിൻ്റെ മകളും പ്രവാചകന്റെ ഭാര്യയുമായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, പ്രവാചകരെ, എൻ്റെ വാപ്പാനാ പണിക്ക് പറ്റൂല, എൻ്റെ വാപ്പ ഖുർആൻ ഓതിയാൽ കരയും, അതുകൊണ്ട് ബാപ്പ അങ്ങനെ കരഞ്ഞാൽ പിന്നിലുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് എൻ്റെ വാപ്പാനെ ഒഴിവാക്കിക്കളി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറയുന്നത് ചരിത്രത്തിലുണ്ട്. എങ്ങനെ ഖുർആൻ ഓതാ കരയാ? ഖുർആൻ ഓതിയ ചിരിക്കും, ഖുർആൻ ഓതിയ കരയും, ഖുർആൻ ഓതിയ സങ്കടം വരും, ഖുർആൻ ഓതിയാൽ പേടി തോന്നും. ഇതൊക്കെ തോന്നണമെങ്കിലേ ആ ഓതുന്നത് എന്താണ് നമ്മൾ അറിയണം. അതാ ഖുർആൻ ഓതിയ കൂലിണ്ട്, ഓരോ അക്ഷരത്തിനും കൂലിണ്ട്. ഖുർആൻ തപ്പിത്തടഞ്ഞോതിയ 2 ഇരട്ടി കൂലിണ്ട്. എങ്ങനെ? ഓതാൻ കിട്ടാത്ത ഒരാൾ എടങ്ങേറായിട്ട് തപ്പിത്തടഞ്ഞോതിയാൽ ഓന് 2 ഇരട്ടി കൂലിണ്ട് എന്നാ പറഞ്ഞേ. ഓതിയ കൂലിണ്ട്, നിഷേധിക്കണ്ട, സത്യമാണത്. പക്ഷേ ഖുർആൻ ഓതാനുള്ള പുസ്തകമല്ല, അത് ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്, ജീവിതത്തിൻ്റെ മാർഗദർശനമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിച്ചിരിക്കണം ഓരോ മുസ്ലിമും. അതിന് സമൂഹം പഠിക്കാത്തതിനൊരു കാരണമുണ്ട്. സമൂഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
ഈ സമൂഹം ഏത് കാര്യത്തിനും മാതൃകയാക്കുന്നത് അവരുടെ പണ്ഡിതന്മാരെയാണ്. ആ പണ്ഡിതന്മാർ ഒരു കാലത്ത് സമൂഹത്തോട് പറഞ്ഞു, സമൂഹമേ നിങ്ങൾ ഖുർആൻ പഠിക്കണ്ട. അങ്ങനെ പറയാൻ കാരണം അവർ പറഞ്ഞത്, നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിയില്ല, അത് സങ്കീർണമാണ്, അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അത് സാധാരണക്കാരനായ ഒരാൾക്ക് ആ ഖുർആൻ പഠിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങളതിന് മെനക്കെടണ്ട, അത് ഞങ്ങൾ പഠിച്ചോളാം, ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ വന്ന് നിങ്ങൾക്ക് ഓതിത്തരാ, ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാ, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഓതിത്തരാ, ഖബറിൻ്റെ മേലെ വന്ന് ഓതിത്തരാ എന്നൊക്കെ സമൂഹത്തിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ സമൂഹത്തോട് പറഞ്ഞപ്പോൾ പാവം സമൂഹം മനസ്സിലാക്കി, അങ്ങനെ തന്നെയാണ്, ഖുർആൻ പഠിച്ചാൽ മനസ്സിലാവൂല. സത്യത്തിൽ ഖുർആനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞാൽ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി, തീർച്ചയായും ഖുർആനിനെ പഠിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും വേണ്ടി നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, പക്ഷെ പഠിക്കാനും ചിന്തിക്കാനും ആളെവിടെ ചോദിച്ചു അല്ലേ? ഖുർആൻ ഇത്ര എളുപ്പമുള്ള ഒരു ഗ്രന്ഥം അറബി ഭാഷയിലില്ല കേട്ടോ. നിങ്ങളെ അറബി കോളേജിലോ ഒക്കെ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ പരിചയം ഉണ്ടെങ്കിൽ ആ കുട്ടികളോട് നിങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക, മോനെ മോളെ, നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ലളിതമായ സിമ്പിളായ വിഷയം ഏതാ ചോദിച്ചാലേ ആ കുട്ടി ചാടി മറുപടി പറയും ഖുർആനാണെന്ന്. ആകപ്പാടെ ഖുർആൻ പരീക്ഷൻ്റെ തലേന്നാണ് കുട്ടികൾ ശരിക്കും കടന്നുറങ്ങുക. ഒരു പേടി ഉണ്ടാവില്ല, കാരണം പിറ്റേന്ന് ഖുർആൻ്റെ പരിഭാഷയാണ്, ഏതായത്ത് ചോദിച്ചാലും അത് എഴുതാൻ ആ കുട്ടിക്ക് കഴിയും, അത്ര സിമ്പിളാ ഖുർആൻ. നിങ്ങൾക്കറിയോ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത് ഏതാ നിങ്ങൾ? സൂറത്തുൽ ഫാത്തിഹയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതികളുടെയും പരമോന്നതമായ അവകാശി അത് അല്ലാഹുവാകുന്നു. അർ റഹ്മാൻ റഹീം, അവൻ പരമകാരുണ്യകനും കരുണാനിധിയുമാണ്. മാലികി യൗമിദ്ദീൻ, ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്ന അന്ത്യനാളിൻ്റെ ഉടമസ്ഥനാകുന്നു അല്ലാഹു. ഇയ്യാക നഅ്ബുദു, അവനെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, അവനോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഈ ലോകത്ത് നിന്റെ അനുഗ്രഹത്തിന് വിധേയരായ സാലിഹീങ്ങളുടെ മാർഗത്തിൽ. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. വലല്ലാലീൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല. ഇതാ സുഹൃത്ത്, ഈ ആയത്തിൻ്റെ ഞാൻ പറഞ്ഞ അർത്ഥത്തിലേ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആയത്തേതാ? ഞാൻ ഈ പറഞ്ഞ 7 ആയത്തുകളുടെ അർത്ഥത്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആയത്തേതാ? ഇതിൻ്റെ ബാക്കിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളൊക്കെ. പഠിക്കുവാൻ താല്പര്യം കാണിച്ചാൽ, സന്മനസ്സുണ്ടെങ്കിൽ പഠിക്കുവാൻ കഴിയാത്ത ദുസ്സഹമായ ദുർഗ്രാഹ്യമായ ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സദസ്സിലുണ്ടായിരുന്ന സഹാബത്ത് അക്ഷരമറിയാത്തവരായിരുന്നു, പ്രായം ചെന്നവരായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു, ഒന്നും അറിയാത്തവരായിരുന്നു. പക്ഷേ അവർക്ക് വിശുദ്ധ ഖുർആൻ കരുത്ത് നൽകി, വെളിച്ചം നൽകി. അവരുടെ ജീവിതത്തിന് വിശുദ്ധ ഖുർആൻ സത്യത്തിൻ്റെ വഴി നൽകി. നമുക്ക് ആ ഖുർആൻ മനസ്സിലായിട്ടില്ല. ഞാൻ പറയട്ടെ, വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, സത്യവിശ്വാസികളെ ലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി നിങ്ങൾക്ക് അവകാശപ്പെടാത്ത ആരാൻ്റെ ഒരു പൈസ നിങ്ങൾ തിന്നാൻ പാടില്ല എന്ന ആയത്തിൻ്റെ അർത്ഥം. ഒരു പൈസ തിന്നാൻ പാടില്ല ആരാൻ്റെ. ഇസ്ലാമിലെ ഒരാൾക്ക് സ്വത്ത് സമ്പാദിക്കാൻ വല്ല ലിമിറ്റുണ്ടോ? ഇത്ര കോടിയെ സമ്പാദിക്കാവൂ ഇസ്ലാം പറഞ്ഞിരിക്കണോ? ഇല്ല. എത്ര കോടി ഉണ്ടാക്കാം, കോടി ഉണ്ടാക്കാം. പക്ഷെ 2 നിബന്ധനകളാണ്. ഒന്ന്, സമ്പാദിക്കുന്നത് സുതാര്യമായിരിക്കണം, ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കണം. രണ്ടാമത്തേത്, ആ സമ്പാദ്യം ഇസ്ലാം കൽപ്പിച്ചതുപോലെ കൈകാര്യം ചെയ്യണം. അല്ലേ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞേ, എൻ്റെ സമൂഹം പാവപ്പെട്ടവരാകുന്നതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് അവർ പണക്കാരാകുന്നതിനെയാണ്. അങ്ങനെയുണ്ട്. പാവപ്പെട്ടവരാകുന്നതിനേക്കാൾ പേടിക്കേണ്ട പൈസക്കാരാവണ. എന്താ കാരണം എന്നറിയോ? പാവപ്പെട്ട പണക്കാരൻ സ്വർഗത്തിലെത്തുന്നതിൻ്റെ 500 കൊല്ലങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ടവൻ സ്വർഗത്തിലെത്തുന്ന. എന്താലേ
പണക്കാരൻ സ്വർഗത്തിലെത്തുന്നതിൻ്റെ 500 കൊല്ലം മുമ്പേ പാവപ്പെട്ടവൻ സ്വർഗത്തിലെത്തുന്നു. റസൂൽ പറയണേ, എനിക്ക് അല്ലാഹു സ്വർഗവും നരകവും കാണിച്ചു തന്നു. ഇത്തലഅതു ഇലൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് എത്തി നോക്കി. ഫറഅയ്തു അക്സറു അഹ്ലിഹാ അൽ ഫുഖറാ, ആ സ്വർഗത്തിൽ ഞാൻ കൂടുതൽ കണ്ടത് പാവപ്പെട്ടോലേനി. ഇവിടെ അങ്ങനെ വലിയ കുപ്പായൊക്കെ ഇട്ട് അങ്ങാടി കൂടെ നിറഞ്ഞു നടന്നു ഒറ്റൊന്നിനും അവിടെ കാണാനല്ല. അവിടെ ഉള്ളത് പാവപ്പെട്ട മനുഷ്യന്മാരെ കണ്ട്. എന്താ കാരണം എന്നറിയങ്ങൾ? നാളെ പരലോകത്ത് 5 കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാതെ ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ 5 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾ സമ്പത്തുമായി ബന്ധപ്പെട്ടതാ. ഒന്ന്, നിന്റെ പൈസ എങ്ങനെ ഉണ്ടാക്കിയെന്ന്. രണ്ടാമത്തേത്, അതെങ്ങനെയാണ് ചെലവാക്കിയെന്ന്. ഈ 2 ചോദ്യത്തിൻ്റെ മറുപടി പറയാതെ ഒരടി അങ്ങോട്ട് വെക്കാൻ പറ്റൂല. അവിടെയാണ് പാവപ്പെട്ടവനും പണക്കാരനും വ്യത്യാസം. ഇവിടെ പാവപ്പെട്ടവനോട് ചോദിക്കുക, എവിടുന്നാണ് പൈസ കിട്ടിയേ? അത് പടച്ചോനെ, ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് വൈകുന്നേരം 150 ഉറുപ്പ്യ കിട്ടിയേ. അതെന്താ കാട്ടിയേ? അത് ഞാൻ കുട്ടിയൊക്കെ അരിയാങ്ങി കഴിഞ്ഞു, ഓൻ്റെ പരിപാടി പോയിക്കോ പറയും, ഓൻ്റെ കഴിഞ്ഞു. എന്നാൽ പൈസക്കാരനോ, എവിടുന്നാണ് പൈസ കിട്ടിയേ? അത് പഠിച്ചോനെ, ഞാൻ കസ്റ്റംസിൽ കൈക്കൂലി കൊടുത്ത് കണ്ട് സ്വർണ്ണം കടത്തിക്കാണ്ട് കുറച്ചുണ്ടാക്കിനി, പിന്നെ അപ്പുറത്ത് ഇങ്ങനെ നികുതി വെട്ടിച്ച് കണ്ട് കുറച്ചുണ്ടാക്കിനി, ഇപ്പുറത്ത് ഇങ്ങനെ സ്റ്റാമ്പ് പേപ്പറിലൊക്കെ തെറ്റ് വരുത്തിക്കാണ്ട് കുറച്ച് അങ്ങനെ ഉണ്ടാക്കിനി, ഇപ്പുറത്ത് ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി കൊടുത്ത് കണ്ട് ഇങ്ങനെ കുറച്ചുണ്ടാക്കിനി. അങ്ങനെ ഉണ്ടാക്കിയതൊക്കെ റോങ്ങാണ്. എന്നിട്ടോ ചിലവാക്കിയത് അപ്പത്തൊരു ഗാനമേള ടീം വന്നിനി, ഓർക്ക് കൊടുക്കാതെക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഏർപ്പാട് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ഓർക്കൊരു 50,000 കൊടുത്ത്, പിന്നെ അപ്പുറത്ത് വേറൊരു ക്യാബറ ഡാൻസ് ഉണ്ടായിനി, അതും നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാരെ കൊടുക്കാതെക്കാൻ പറ്റില്ല, ഓർക്ക് 2 ലക്ഷം കൊടുത്ത്. അങ്ങനെ ചിലവാക്കിയതൊക്കെ റോങ്ങാണ്. പിന്നെ എങ്ങനെയോ സ്വർഗത്ത് പോവുക അല്ലേ? അപ്പോൾ സമ്പത്ത് സമ്പാദിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, ഒരു റുപ്പിക എൻ്റേതല്ലാത്തത് എൻ്റേതായിട്ടുണ്ടെങ്കിൽ, എൻ്റേതല്ലാത്തത് ഞാൻ എൻ്റേതാക്കിയിട്ടുണ്ടെങ്കിൽ, നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അതിന് ഞാൻ മറുപടി പറയേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിൽ ഓർമ്മ വെക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് ഇങ്ങനെ പള്ളേ കിടന്നുങ്ങാണ്ട് ഉരുണ്ടുമറിയാ. അപ്പം ഒരു കാരക്ക റോട്ടിൽ വീണ് കിടക്കുന്നു. കാരക്കേ റസൂലുള്ള അവിടെ നിന്ന്, സഹാബത്തൊക്കെ വട്ടത്തിൽ ഇങ്ങനെ നിന്ന്, എല്ലാവരും ഇങ്ങനെ ആദരവോടുകൂടി ആ കാരക്കനെങ്ങനെ നോക്കി. റസൂല് പറയണേ, ആ കാരക്ക ചിലപ്പോൾ ആരെങ്കിലും സക്കാത്തിൻ്റെ വിഹിതവുമായി പോയപ്പോൾ വീണ് പോയതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും സദക്ക കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ചാടിയതാവാം. അത് രണ്ടും അല്ല ആ കാരക്ക എന്ന് ഉറപ്പ് കിട്ടിയാൽ ഞാനത് തിന്നുമായിരുന്നു. കാരണം സക്കാത്തിൻ്റെ വിഹിതം റസൂലിന് തിന്നാൻ പാടില്ല, സദക്കയുടെ വിഹിതം പ്രവാചകൻ ഉപയോഗിക്കാൻ പാടില്ല. അത് രണ്ടുമല്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ ആ കാരക്ക ഞാൻ തിന്നുമായിരുന്നു എന്ന് പറഞ്ഞ് ഹബീബായ റസൂൽ നടന്നു പോകുമ്പോൾ ജീവിതത്തിൽ സാമ്പത്തിക രംഗത്ത് പാലിക്കേണ്ട കൃത്യതയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം അല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞ ഓതിയ ചായത്തതാ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അന്യായമായി ആരാൻ്റെ തിന്നരുത് കേട്ടോ. നിങ്ങൾക്ക് അവകാശപ്പെടാത്തത് ഒന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല എന്നതിൻ്റെ അർത്ഥം. ഞാൻ ഒരിക്കൽ പറഞ്ഞ ഉദാഹരണം ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ നാട്ടിൽ ലേശ രാഷ്ട്രീയവും കഴിവും സ്വാധീനമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെയാണ് നമുക്ക് ഒരു റേഷൻ കാർഡൊക്കെ ഉണ്ട്. റേഷൻ കാർഡ് APL ആണ്. നാട്ടിലെ പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാർ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി BPL റേഷൻ കാർഡ് ഉണ്ടാക്കി 1 ഉറുപ്പ്യക്ക് അരി കൊടുക്കാൻ തീരുമാനിച്ചു നമ്മുടെ ഗവൺമെൻറ്. അപ്പോഴാണ് നമ്മുടെ വളവും നമ്മുടെ കഴിവും ഒക്കെ പാടെ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് കാട്ടിയ നിങ്ങൾ APL റേഷൻ കാർഡ് BPL ആക്കി. അങ്ങനെ 25 ഉറുപ്പ്യക്ക് റേഷൻ കടക്കാരനെ സ്വാധീനിച്ച് 25 ഉറുപ്പ്യക്ക് 25 കിലോ അരിയായിട്ട് നമ്മൾ പെരീക്ക് പോവാണ്. പെരീക്ക് ചെല്ലുമ്പോൾ തിണ്ടും മരുന്നുകാട് നമ്മളെ കുട്ടി ഖുർആൻ ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നമ്മളോടെ തലക്കുന്ന കുത്തട പോത്തെ ബാത്തിൽ എന്നല്ല, ത്വാ ശരിക്കും വായിക്കടാ, ബാത്തിൽ എന്നാണ് വായിക്കേണ്ടി പറഞ്ഞു. നമ്മൾ വിചാരിച്ചത് ആ ആയത്തെ ആ കുട്ടിക്ക് മദ്രസിൽ 1 മാർക്ക് വാങ്ങിക്കൊടുക്കുന്ന ചോദ്യമായിട്ടാണ് മനസ്സിലാക്കിയേ. നമ്മുടെ തലയിൽ വെച്ച ഈ അരിൻ്റെ ചാക്ക് ഈ വീട്ടിൽ ഇറക്കാൻ പാടില്ല, അത് തിരിച്ചാ റേഷൻ കടയിൽ കൊണ്ടു കൊടുക്കണമെന്ന ആ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ല അല്ലേ? സർക്കാരിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ടാക്സ് വെട്ടിച്ച് പൈസ ഉണ്ടാക്കി എത്ര ആൾക്കാരുണ്ട് ഇവിടെ? അന്യായമായി 1 ഉറുപ്പ്യ അങ്ങനെയാണല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ കുട്ടി വന്നപ്പോണ്ട് ഓനെ കയ്യിലൊരു പെൻസിലും പൊട്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു, എവിടുന്നാണ് പെൻസില്? അതിൻ്റെ അടുത്ത കുട്ടിൻ്റെ ബാഗിൽ നിന്ന് എടുത്താണ്. കുട്ടിയല്ലോ സത്യം പറഞ്ഞ് അടുത്ത കുട്ടിൻ്റെ ബാഗിൽ നിന്ന് എടുത്താണ്.
ഒരൊറ്റ അടിയോനെ, എടാ ഇപ്പം തന്നെ കക്കാനാൻ്റെ പണി, കൊണ്ടേ കൊടുക്കടാ, പെൻസിലും പൊട്ടേ കൊണ്ടേ കൊടുത്ത്. നമ്മളിവിടുന്ന് ഗൾഫിൽ നിന്നൊക്കെ പോകുമ്പോൾ ബാഗിൽ നിറച്ച് സാധനം. ആരതാണ്? മുതലാളിനെ പറ്റിച്ചുണ്ട്. അപ്പുറത്ത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോഴേ ഒരു കാക്ക ചെറിയ ശമ്പളം, 1,800 രൂപ ശമ്പളം, ഒരു വെയർ ഹൗസിലെ ജോലി. മൂപ്പർ നാട്ടിൽ പോകുമ്പോൾ വലിയ പെട്ടി നോക്കുമ്പം വില കൂടിയ പ്ലേറ്റുകൾ, പാത്രങ്ങളൊക്കെ. അപ്പോൾ എവിടുന്ന് അറിയോ? എന്നും പണിക്ക് പോയി വരുമ്പോൾ മൂപ്പർ സഞ്ചിയിൽ ഓരോ പ്ലേറ്റും ഗ്ലാസ് ഇട്ട് ഒരു ഓഫീസിൽ നിന്ന് അതൊക്കെ പാടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക അല്ലേ. നാട്ടിലത്തെ കുട്ടി പെൻസിലിൻ്റെ പൊട്ടെടുത്താൽ ഭയങ്കര കുറ്റ. ഇവിടെ അറബിനെ കട്ടുകാണ്ട് എത്ര കൊണ്ടായാലും അത് കുറ്റല്ല. അത് കൊണ്ടുപോയിക്കാണ്ട് പെരണ്ടാക്കുക, അതുകൊണ്ട് മക്കളെ കെട്ടിക്കുക. അതുകൊണ്ട് നിങ്ങൾ കേട്ടുക്കണോ സഹോദര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ്. മുടിയൊക്കെ യാത്ര ചെയ്ത് ക്ഷീണിച്ച്, മുടിയൊക്കെ ജട പിടിച്ച്, വസ്ത്രമൊക്കെ കീറി മുഷിഞ്ഞ ഒരു മനുഷ്യൻ. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയപ്പെടങ്ങൾ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടെന്നാ. ആ യാത്രക്കാരനായ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുക. ആരോടാ പ്രാർത്ഥിക്കണത്? അള്ളാനോട്. യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ. റസൂലുള്ള പറയണേ, എങ്ങനെയാണ് അള്ളാഹ് ഓൻ ഉത്തരം കൊടുക്കുക? ഓൻ്റെ ഭക്ഷണം ഹറാമാണ്, ഓൻ്റെ വസ്ത്രം ഹറാമാണ്, അവൻ്റെ പാർപ്പിടം ഹറാമാണ്, അവൻ ഹറാമ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ഫന്നാ യുസ്തജാബ്. എങ്ങനെയാണ് ഓന് മറുപടി കിട്ടുക? അഞ്ഞനെ പറ്റിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് കോൺക്രീറ്റ് ബംഗ്ലാവ് ഉണ്ടാക്കി, ആ ബംഗ്ലാവിൻ്റെ മുൻപിൽ അന്യായമായ പണം കൊണ്ട് ബിരിയാണി വെച്ച് മക്കളെ തീറ്റി, പിന്നെ ആ മക്കൾക്ക് വേണ്ടി പടച്ചോനെ എൻ്റെ കുട്ടികളെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചാലേ ആ പ്രാർത്ഥന കിട്ടുന്നല്ലാതെ അള്ളാഹു ആ പ്രാർത്ഥന കേൾക്കൂല. നിന്റെ ഭക്ഷണം ഹലാലാവണം, നിന്റെ പാർപ്പിടം ഹലാലാവണം, നിന്റെ വസ്ത്രം ഹലാലാവണം, നിന്റെ ജീവിതം ഹലാലാവണം, അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കൂല എന്ന് പഠിപ്പിച്ച മതം നമ്മുടെ മതം. എന്തേ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധി ഇല്ലാത്തത്? കാരണം ഈ വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക സഹോദര, നാളെയൊക്കെ ഡ്യൂട്ടിയുള്ള ആളുകളാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന വല്ലാത്ത ഒരു സന്തോഷകരമായ മനസ്സുമായിട്ട് ഒത്തുചേർന്നവരാണ് നിങ്ങൾ എന്ന നിലക്കാണ് ആ സന്തോഷത്തിൽ ഞാൻ പങ്കാളിയായത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വിനയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം. ലളിതമാണത്, എളുപ്പമാണത്, പ്രയാസമുണ്ടാക്കാത്തതാണത്. നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാൽ മൊബൈൽ ഫോണുകളിൽ ഫ്രീ ആയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. പരിഭാഷകളുണ്ട്, ക്ലാസ്സുകളുണ്ട്. ഇവിടെ വരാൻ പറയാ, നിങ്ങൾ പഠിച്ചോളി, ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരിക. ഒരു സന്മനസ് വേണം. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുവേ അല്ലാഹുമ്മ ജഅലിൽ ഖുർആന, അല്ലാഹുവേ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ റബ്ബേ. എന്താ പ്രാർത്ഥന അല്ലേ? ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ റബ്ബേ. ആ ഖുർആനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഖുർആൻ ജീവിതത്തിൽ എൻ്റെ വഴികാട്ടിയാവണം എന്നെനിക്ക് തീരുമാനമുണ്ടാവണം. ആ ഖുർആനിനെ ജീവിതത്തിൻ്റെ സുഹൃത്തായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ആ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സത്യാസത്യ വിവേചനങ്ങളാവണം. അതിന് നിങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ താല്പര്യത്തോടെ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിക്കണം. നാളെ റബ്ബിൻ്റെ മുമ്പിൽ വെച്ച് നമ്മുടെ ഒരു സുഹൃത്ത് പറയരുത്, എടോ ഇത്രകാലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചിട്ട് എല്ലാം നമ്മൾ പരസ്പരം സംസാരിച്ചിട്ട് ഈ സത്യത്തെക്കുറിച്ച് നീ എന്തേ എന്നോട് പറയാഞ്ഞത് എന്ന് നാളെ സുഹൃത്ത് നമ്മളോട് ചോദിക്കുമ്പോൾ നിശബ്ദമായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. വിളിക്കണം, പറയണം. അത് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കും. നമ്മളറിയാതെ സത്യത്തിൻ്റെ വഴിയിലേക്ക് പോകും. ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, ഞാൻ സത്യം മനസ്സിലാക്കാൻ കാരണം ഖുർആനാണ്. അയാൾ പറഞ്ഞതേ, ഖുർആനിൽ 100 ചില്ലാനം ആയത്തുകൾ പ്രാർത്ഥനകളെ പറ്റിയുള്ള ആയത്താ. പ്രാർത്ഥനകളെ പറ്റി 100 ചില്ലാനം ആയത്തുകൾ. അയാൾ പറഞ്ഞു, ആ ആയത്തുകൾ മുഴുവൻ പരിശോധിച്ചാൽ പാപം ചെയ്ത ആദം നബിയുടെ പ്രാർത്ഥനയുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള സക്കരിയ നബിയുടെ പ്രാർത്ഥനയുണ്ട്, തലമുറകൾക്ക് വേണ്ടിയുള്ള ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്, രോഗം ബാധിച്ച അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയുണ്ട്, അപകടം ബാധിച്ച യൂനുസ് നബിയുടെ പ്രാർത്ഥനയുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകളിൽ ഒരൊറ്റ പ്രാർത്ഥന പോലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഖുർആനിലില്ല.
അതാണ് എന്നെ സത്യത്തിലേക്ക് വഴിതെളിയിച്ചത് എന്ന് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു. അല്ലേ? അപ്പം ജീവിതത്തിൽ നിങ്ങൾ ഖുർആൻ പഠിക്കും, ആത്മാർത്ഥമായിട്ട് പഠിക്കും, ഇഖ്ലാസോടുകൂടി പഠിക്കും. ഇതെൻ്റെ ജീവിതത്തിൻ്റെ മാർഗമാണ് എന്ന തിരിച്ചറിവോടുകൂടി പഠിക്കും. എളുപ്പമാണത്, അത് പ്രയാസമല്ല. പക്ഷേ ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. ഇതെനിക്ക് എൻ്റെ റബ്ബ് നൽകിയ അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. സുഹൃത്തെ, ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ആരാണ് നമ്മൾ, അഥവാ മുസ്ലിങ്ങൾ എന്ന നമ്മൾ? ഈ ലോകത്ത് നമ്മുടെ ഡ്യൂട്ടി എന്താണ്? وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. ആരാ നമ്മൾ? നോക്കി നിങ്ങൾ, ഇവിടെ ഈ ഷറഫിയയിൽ ഒരു വമ്പിച്ച ഒരു പരിപാടി നടക്കുകയാണ്. നിങ്ങളൊക്കെ പാടെ അതിൻ്റെ വളണ്ടിയർമാരാക്കി റോഡും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അതിൻ്റെ കീ പോയിന്റുകളിൽ നമ്മളെ നിയമിച്ചു നിൽക്കുക. പെട്ടെന്ന് അതിശക്തമായ കാറ്റും മഴയും വന്നു. ആളുകളൊക്കെ പാടെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിക്കി തിരക്കി പായാൻ തുടങ്ങി. നമ്മൾ പോലെ കൂടെ പാഞ്ഞാൽ എന്താ സംഭവിക്കുക? ആകെ മയ്യത്തോണ്ടൊരു കളികാരം. നമ്മൾ ഏൽപ്പിച്ച ജോലി കാറ്റത്തും മഴയത്തും ഉറച്ചു നിന്നുകൊണ്ട് ആ പണി നമ്മൾ നിർവഹിച്ചാൽ ഭംഗിയായി കാര്യങ്ങൾ അവസാനിക്കും. ഈ ലോകത്ത് ഖുർആൻ നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ വളണ്ടിയർമാരാ. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്താ. അല്ലാഹു നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നു. ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാവാൻ. വയകൂന റസൂലു അലൈക്കും ഷഹീദാ, അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരുന്നു. അല്ലേ? എങ്ങനെ ഇസ്ലാം മതപ്രകാരം ജീവിക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് ജീവിച്ചൊരു ഇടവഴി. ആ ഇടവഴിയിലേക്ക് ഒരാളിങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ കയ്യിൽ ടോർച്ചുണ്ട്, നമ്മൾ ടോർച്ചും പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഈ സാധു ഇരുട്ടത്ത് കൂടെ കല്ലുമൊക്കെ വീണ് കുഴിയിൽ വീണ് മുള്ളു കുത്തി അയാളങ്ങനെ പോകുമ്പോൾ നമ്മൾ ബാക്ക് നോക്കി ചിരിച്ചിങ്ങനെ കുത്തിരിക്കുക. കണ്ടോ, ഓൻ പോത്തിനെ ആരാധിക്കണ്, ഓ എലിനെ ആരാധിക്കണ്, ഓ മറ്റീനെ ആരാധിക്കണ്. നമ്മൾ ടോർച്ച് ഇങ്ങനെ തിരിച്ചു തിരിക്കുക. ഒന്നടിച്ചു കൊടുത്താലല്ലേ ആ സാധുവിന് വഴി മനസ്സിലാവുള്ളൂ. സുഹൃത്തെ, ജീവിതത്തിൻ്റെ വെളിച്ചാണ് ഈ ടോർച്ചേ. അത് നമ്മളെ കയ്യിലാ പടച്ചോ തന്നെ. നമ്മളത് നെക്കിക്കൊടുക്കാതെ പ്രകാശിപ്പിക്കാതെ നമ്മളത് പാത്തുവെച്ചാലേ ലോകത്തിന് വെളിച്ചം കിട്ടൂല. നമ്മളെയാണ് അല്ലാഹ് ആ വെളിച്ചം ഏൽപ്പിച്ചിക്കണേ. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ലോകം ഇരുട്ടില്ല. നമ്മളെ വീടിൻ്റെ മുമ്പിൽ മുനിസിപ്പാലിറ്റിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട്, ഒരു ലൈറ്റ്, അതിൻ്റെ ഫ്യൂസ് നമ്മളെ വീടിൻ്റെ ചുമരുമല വെച്ച് എന്നിട്ട് ഓല് പറഞ്ഞു, ഇത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടോ, വൈകുന്നേരങ്ങൾ കുത്തണം, രാവിലെ ഞങ്ങൾ ഊരണം. ഒരു ദിവസം നമ്മൾ കുത്തിയില്ല. എന്താ സംഭവിക്കുക? ആകെ ഇരുട്ടേക്കാരം. നമ്മളെയാണ് അല്ലാഹു ലോകത്തിൻ്റെ വെളിച്ചമേൽപ്പിച്ചത്. ആ വെളിച്ചം നമ്മളാണ് ലോകത്തിന് കൈമാറേണ്ടത്. അത് നമ്മൾ കൈമാറിയില്ലെങ്കിൽ ലോകം ഇരുട്ടിലാവും. എന്ത് പ്രയാസമുണ്ടായാലും കൊടുങ്കാറ്റുകൾ ഉണ്ടായാലും നമ്മൾ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇത്തിരി നേരം മാറി നിൽക്കാൻ പാടില്ല. ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് പ്രയാസമാണ്. എന്താ ലോകത്തിൻ്റെ അവസ്ഥ? അത്യുജ്വലമായ ഇസ്ലാമിൻ്റെ വെളിച്ചമുണ്ടായിരുന്ന സിറിയ ഇസ്ലാമിൻ്റെ ശവപ്പറമ്പായി, മുസ്ലിങ്ങളുടെ ശവപ്പറമ്പായി മാറി. നമുക്കറിയാം അല്ലേ? തുർക്കിയുടെ മണലുകളിൽ മുഖം പൂഴ്ത്തിക്കിടക്കുന്ന ആ കൊച്ചുകുട്ടിയുടെ രൂപം നമ്മുടെ കണ്ണുകളെ നനച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുടെ മുള്ളുവേലികൾക്ക് ഇപ്പുറത്ത് പോലീസുകാരൻ്റെ തൊഴിയേറ്റ് ചുണ്ടുപൊട്ടി പല്ലുപൊട്ടി ചോരതോത്തി കരയുന്ന സുന്ദരിമാരായ മുസ്ലിം പെൺകുട്ടികൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അത് ലോകം എക്കാലത്തും അങ്ങനെയാ. എന്നാ അവിടെ മുസ്ലിങ്ങൾക്ക് ലോകം പട്ടും വളയും കൊടുത്തത്? എന്നാ മുസ്ലിങ്ങൾക്ക് പൂവിരിച്ച വഴിയിൽ ലോകത്തെന്നാ മുസ്ലിങ്ങൾ സഞ്ചരിച്ചത്? ഏത് കാലത്തും മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാ. കാരണം മുസ്ലിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല, നമുക്കൊരു ലോകം കിട്ടാനുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതം അത് നമുക്കൊരു പ്രശ്നമേ അല്ല. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ഈ ദുന്യാവ് സത്യവിശ്വാസിക്ക് നരകമാണ്, സത്യനിഷേധിക്ക് സ്വർഗമാണ്. ആരാണോ ദുന്യാവ് സ്വർഗമായി തോന്നുന്നത്? സുഹൃത്തെ, നമ്മളൊക്കെ ഇവിടെ തൽക്കാലക്കാരല്ലേ, എപ്പോഴാ തീരെന്നറിയില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികത, ജീവിതത്തിൻ്റെ രൂപം പഠിപ്പിക്കുന്ന മനോഹരമായൊരു ഉദാഹരണമുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരിക്കൽ ഹബീബായ റസൂലിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഏതാനും ചില ആളുകൾ വന്നപ്പോൾ റസൂലുള്ള ഉറങ്ങുക. വിളിച്ചുണർത്തി. പ്രവാചകൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കുപ്പായിടാതെ കിടന്നിക്കണേ, കുപ്പായിട്ടിട്ടില്ല. പ്രവാചകൻ്റെ ദേഹത്തൊക്കെ അങ്ങനെ ബെരിയും കുറിയൊക്കെ. എന്താണെന്ന് നിങ്ങൾ, ഒരു ഈത്തപ്പനൻ്റെ ഉണങ്ങിയ ഓല അത് വിരിച്ചുകാണ്ടേ അതിലാ റസൂല് കടന്നിക്കണേ. ലോകത്തിൻ്റെ നേതാവേ ഈത്തപ്പനൻ്റെ ഓലയിലാണ് കടന്നിക്കണേ. അതുകൊണ്ട് ഈത്തപ്പന ഓലയുടെ ഈർക്കിളികൾ പ്രവാചകൻ്റെ ദേഹത്തൊക്കെ ചിത്രം വരച്ചേക്കുക. ഇത് കണ്ടപ്പോൾ സഹാബത്തിൻ്റെ കണ്ണ് നിറഞ്ഞു.
ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തേക്ക് മാറി നിന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് അനുവദിച്ചാൽ ഒരു പരുത്ത ചകിരിയുടെ ഒരു കിടക്ക ഞങ്ങൾ അങ്ങക്ക് വേണ്ടി കൊണ്ടുവന്ന് തരട്ടെ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ഉമറേ, ആർക്കാ ഇവിടെ കിടക്കാൻ നേരമുള്ളത്? നമ്മൾ യാത്ര പോകല്ലേ, അതിൻ്റെ ഇടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി കയറിയതല്ലേ ഈ മരച്ചുവട്ടിലേക്ക്. ഇവിടെ ആർക്കാ ഉമറെ കട്ടിൽ വേണ്ടിയത്? ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫറൂഖിൽ നിന്ന് കോഴിക്കോട് വരെ പോണെനിക്ക്. ഫറൂഖിൽ ഞാൻ അങ്ങാടിക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒറ്റ വണ്ടിയില്ല, ബന്ധാണ്, അത്ര ഹർത്താലാണ്, ഒരു സാധനമല്ല. ഞാൻ നടക്കാൻ തീരുമാനിച്ചു. നടന്ന് കുറേ ചെന്നപ്പോൾ കുഴങ്ങിയപ്പോൾ റോഡ് സൈഡിൽ വലിയൊരു മരം. ഞാനൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ആ മരത്തിൻ്റെ ചുവട്ടുകാർ മാറിയപ്പോൾ ഒരാൾ മണ്ടി വന്ന് എന്നോട് പറയണേ, നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഞാനൊരു കടക്കയും കട്ടിലും ഒക്കെ കൊണ്ടു തരട്ടാണ്. ഓടാ അവിടുന്ന് പറഞ്ഞ് കോഴിക്കോട്ടേക്ക് പോവുക, ഞാൻ ഇവിടെ കിടക്കാൻ വന്നാൽ ഓനാട്ടി വിട്ട്. അപ്പം അടുത്ത ആൾ വരുന്നത്, ഞങ്ങൾക്കൊരു സോഫ കൊണ്ടു തരട്ടെ വിശ്രമിക്കാനേ. ഓനെ ആട്ടി. അപ്പം വേറൊരാൾ വരുന്നത്, ഞാൻ ഒരു കസാല കൊണ്ടുവരട്ടെ ഞങ്ങൾക്ക് വിശ്രമിക്കാൻ. നാലാമത്തെ ആൾ വന്നപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ഇഞ്ഞൊരാളെ വരുത്തണ്ട, നമ്മൾ നിലത്ത് ഒറ്റ ഊത്ത, എന്നിട്ട് തുണിയൊക്കെ മാടിങ്ങാണ്ടേ അവിടെ കുത്തിരുന്ന നിലത്ത് കുഴക്ക് മാറിയപ്പോൾ എഴുന്നേറ്റ് ചന്തിയൊക്കെ തട്ടി നമ്മളവിടെ പോവുകയും ചെയ്ത്. എന്തേ അവിടെ വിശ്രമിക്കാൻ നമ്മൾ കട്ടിൽ വേണ്ടാറിന്? എന്തേ കടക്ക വേണ്ടാറിന്? എന്തേ സോഫ വേണ്ടാറിന്? നമ്മളവിടെ ഇരിക്കാൻ വന്നല്ല, കോഴിക്കോട്ടേക്ക് പോവുക. പൊന്നാര സുഹൃത്തെ, നമ്മളിവിടെ ജീവിക്കാൻ വന്നവരല്ല, നമ്മൾ പോവുകയാണ്. നമ്മൾ യാത്രയിലാണേ. ആ യാത്രക്ക് ചില ഘട്ടങ്ങളുണ്ട് അല്ലേ? ഞാൻ ഗൾഫിക്ക് പോരുക, നാട്ടിൽ നിന്ന് ടാക്സി കയറി എയർപോർട്ടിലേക്ക് പോരുമ്പോൾ സുഹൃത്ത് വിളിച്ചു, പുജ എത്തിയോ? എത്തിയിട്ടില്ലടാ, ടാക്സിയിലാണ്. കരിപ്പൂർ വന്ന് വിമാനത്തിലിരിക്കുമ്പോൾ പിന്നെയും വിളിച്ചു, എത്തിയോ? എത്തിയിട്ടില്ലടാ, വിമാനത്തിലാണേ. ഇവിടെ ജിദ്ദയിൽ ഇറങ്ങി വണ്ടി ടാക്സിയിൽ റൂമിൽ പോയപ്പോൾ വിളിച്ചു, എത്തിയോ? ഞാൻ പറഞ്ഞു എത്തിയിട്ടില്ല, എത്തിയിട്ടാണ് വിളിക്കാറിന്. ഇവിടെ റൂമിൽ വന്നിട്ട് ഞാൻ വിളിച്ചു, എത്തിയിട്ട് പറഞ്ഞു. സത്യത്തിൽ നമ്മൾ യാത്രയിലാണ്. 8-9 മാസം ഉമ്മാൻ്റെ വയറ്റിലേനിയും. പിന്നെ ഈ ദുന്യാവിൻ്റെ മേലക്കട് വന്ന് എത്രയാണെന്നറിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂമിൻ്റെ അടിയിക്കാണ് പോകണം. എന്നിട്ട് നമ്മൾ ചെന്നെത്തും എവിടെ നിങ്ങൾ? ജീവിതത്തിൽ. അതാണ് ജീവിതം. ഇത് ജീവിതത്തിൻ്റെ യാത്രയാകുന്നു. അത് തിരിച്ചറിയണം. നമ്മൾ പോകേണ്ടത് ജീവിതത്തിലേക്കാണ്. ഇത് ജീവിതത്തിൻ്റെ യാത്രയാണ്. അതുകൊണ്ട് നമ്മൾ പൊട്ടന്മാരാവരുത്. എങ്ങനെ? 2 കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുക. അപ്പം റോഡ് സൈഡിൽ വലിയൊരു സർക്കസ് ഇറക്കണേ. ഒരുത്തൻ പറഞ്ഞു ഞാൻ അതൊന്ന് കാണട്ടെ, മറ്റോൻ പറഞ്ഞു ഞാൻ പോകുകയാണ് പറഞ്ഞേ. ഓനങ്ങോട്ട് പോയി, ഓൻ പരീക്ഷ എഴുതി. അപ്പം സർക്കസ് കഴിഞ്ഞ് എന്നപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞിരിക്കണേ, തോറ്റ്. നമ്മളാ തോറ്റോല കൂട്ടത്തിലാവരുത്. ഈ ലോകത്തിൻ്റെ നിറങ്ങളിൽ, ഈ ലോകത്തിൻ്റെ വർണ്ണങ്ങളിൽ കണ്ണഞ്ചി ഈ ദുന്യാവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പോകേണ്ടവരാണ് ജീവിതത്തിലേക്ക്. ഇത് യാത്രയാണ്. ആ യാത്രയിൽ നമുക്ക് വെളിച്ചം പകരുന്ന ഏറ്റവും വലിയ വെളിച്ചമാണ്, കൈത്തിരിയാണ് വിശുദ്ധ ഖുർആൻ. പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ജീവിക്കുന്ന രൂപങ്ങളാവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.